ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത് S4 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സ്റ്റുഡൻസിൻ്റെ 2019 സ്കീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ ഫസ്റ്റ് 3 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് മൊഡ്യൂളിൻ്റെയും 5th മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഈ സബ്ജക്റ്റിൻ്റെ കോഡ് എന്ന് പറയുന്ന EET202 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. സോ മൊഡ്യൂൾ 4ൻ്റെ സിലബസ് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. സോ മൊഡ്യൂൾ 4ൻ്റെ സിലബസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം മൊഡ്യൂൾ 4 and 5 ട്രാൻസ്ഫോമേഴ്സിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. സോ മൊഡ്യൂൾ 4ൻ്റെ സിലബസ് എന്ന് പറയുമ്പം ഫസ്റ്റ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്, ദെൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ദെൻ EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ, then ideal transformer, then dot convention on transformer, then magnetizing current, then transformation ratio, phasor diagram, then operation on no load and operation on load condition, then adinte equivalent circuit, then percentage and per unit impedance, voltage regulation, then different losses in the transformer, adevole efficiency calculation. Next is condition for maximum efficiency, then regarding the KVA rating of the transformer, then testing of transformers, അതായത് പൊളാരിറ്റി ടെസ്റ്റ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, സമ്നേഴ്സ് ടെസ്റ്റ്, ഇത്തരം ടെസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ അണ്ടറിൽ ഈ സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ സെപ്പറേഷൻ ഓഫ് ലോസസ്, ദെൻ ഓൾ ഡേ എഫിഷ്യൻസി, ഫൈനലി പാരലൽ ഓപ്പറേഷൻ ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു ദിസ് സിലബസ്. സോ ഇതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം പാർട്ട് എയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് അതിൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ എക്സ്പ്ലെയിൻ ഹൗ ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ അറ്റ് ഡിഫറെൻറ്റ് ലോഡ്സ് മേ ബി എസ്റ്റിമേറ്റഡ് ഫ്രം OC ആൻഡ് SC ടെസ്റ്റ് റീഡിംഗ്. അതായത് OC ടെസ്റ്റ്, അതായത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്നും അതുപോലെ തന്നെ SC ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഈ OC ആൻഡ് SC ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റിലോട്ട് വരുന്നതിന് മുമ്പ്, ഇതിൻ്റെ ആൻസറിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് എന്താണ് OC ടെസ്റ്റ്, എന്താണ് SC ടെസ്റ്റ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം, നമുക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണ്. നമ്മൾ ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഒരു ട്രാൻസ്ഫോമറിൽ കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ്, വെച്ച് നമ്മൾ മാഗ്നറ്റൈസിങ് ലോസ് ആണ്. സോ ഈ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ വേഡിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു സൈഡ്, ഒരു ട്രാൻസ്ഫോമറിന് നമുക്ക് 2 സൈഡ് ഉണ്ട് അല്ലേ, ഒരു പ്രൈമറി സൈഡും ഉണ്ട്, ഒരു സെക്കൻഡറി സൈഡും ഉണ്ട്. സോ ഏതെങ്കിലും ഒരു സൈഡ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ട് എൻ്റെ അതർ സൈഡിൽ ഞാൻ എന്ത് കൊടുക്കും, എൻ്റെ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അത് ഏത് സൈഡ് വേണമെങ്കിലും ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് കൊടുത്താൽ മതി. സോ യൂഷ്വലി നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിലായിരിക്കും നമ്മൾ നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ മെഷറിംഗ് സൈഡ് എന്ന് പറയുന്ന ലോ വോൾട്ടേജ് സൈഡും ഹൈ വോൾട്ടേജ് സൈഡും നമ്മൾ ഓപ്പൺ ആക്കി വെക്കുന്നു. സോ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഹൈ വോൾട്ടേജ് സൈഡാണ് ഞാൻ മെഷറിംഗ് സൈഡായിട്ട് എടുക്കുന്നതെങ്കിൽ എന്ത് വേണം, എനിക്ക് അത്രയും ഹൈ വോൾട്ടേജ് എനിക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ലോ വോൾട്ടേജ് സൈഡാണ് ഞാൻ മെഷറിംഗ് സൈഡായിട്ട് എടുക്കുകയെങ്കിൽ ലോ വോൾട്ടേജിന് വോൾട്ടേജ് കുറവായിരിക്കും. സോ അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് കുറവായതുകൊണ്ട് ചെറിയൊരു വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ്സ് LV സൈഡിലും HV സൈഡ് ഓപ്പൺ ആക്കി വെക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ഫോമർ സെക്കൻഡറി ഓപ്പൺ ആയതുകൊണ്ട് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നോ ലോഡ് കണ്ടീഷനിലായിരിക്കും. സോ നമ്മളൊരു അപ്ലൈഡ് വോൾട്ടേജ്, നമ്മുടെ പ്രൈമറിയുടെ റേറ്റഡ് വോൾട്ടേജ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ആ വോൾട്ടേജ് നമ്മൾ ഒരു വോൾട്ട് മീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു. സോ നോ ലോഡ് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ പ്രൈമറിയുടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നോ ലോഡ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് സെക്കൻഡറി ഓപ്പൺ ആണ്. ഈ നോ ലോഡ് കറണ്ടിന് നമുക്കറിയാം 2 കമ്പോണന്റ് ഉണ്ട് അല്ലേ, ഒരു വർക്കിംഗ് കമ്പോണന്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റൈസിങ് കമ്പോണന്റും ഉണ്ടാവും. ഈ വർക്കിംഗ് കമ്പോണന്റിന്റെയും മാഗ്നറ്റൈസിങ് കമ്പോണന്റിന്റെയും സം ആയിരിക്കും നമ്മുടെ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയുടെ ഫ്ലോ ചെയ്യുന്ന നോ ലോഡ് കറണ്ട് ഇസ് എ സം ഓഫ് മാഗ്നറ്റൈസിങ് കറണ്ട് ആൻഡ് വർക്കിംഗ് കറണ്ട്. മാഗ്നറ്റൈസിങ് കറണ്ടിന്റെ ഫംഗ്ഷൻ എന്താ, മാഗ്നറ്റൈസിങ് കറണ്ടിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടു മാഗ്നറ്റൈസ് ദ കോർ, അതായത് നമ്മുടെ കോറിനെ മാഗ്നറ്റൈസ് ചെയ്ത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാഗ്നറ്റൈസിങ് കറണ്ടിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് കമ്പോണന്റിന്റെ ഡ്യൂട്ടി എന്താണ്, നമുക്കറിയാം നമ്മുടെ കോറിൽ ലോസസ് ഉണ്ടാവില്ലേ. സോ ലോസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈമറിയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ടാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് വർക്കിംഗ് കമ്പോണന്റ്, അല്ലെങ്കിൽ നമ്മളതിന് അതിന് യൂസ്ഫുൾ കമ്പോണന്റ് എന്ന് പറയും. യൂസ്ഫുൾ എന്നല്ല, നമ്മൾ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് നമ്മൾ വാട്ട്ലെസ് കമ്പോണന്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ വർക്കിംഗ് കമ്പോണന്റ് എന്ന് പറയും. സോ നമ്മുടെ നോ ലോഡ് കറണ്ടിൽ 2 കമ്പോണന്റ് നമുക്ക് ഉണ്ടാവും, അതായത് ഒരു വർക്കിംഗ് കമ്പോണന്റും ഒരു മാഗ്നറ്റൈസിങ് കമ്പോണന്റും. മാഗ്നറ്റൈസിങ് കമ്പോണന്റ് നമ്മുടെ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെഷീനിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ആയിരിക്കും. വർക്കിംഗ് കമ്പോണന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കോറിൽ ഉണ്ടാവുന്ന ലോസസിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് സൈഡിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ വർക്കിംഗ് കമ്പോണന്റ് എന്ന് പറയുന്നത്.
സോ ഈ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സെക്കൻഡറി ഓപ്പൺ ആയതുകൊണ്ട് ഈ നോ ലോഡ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5 to 8% ഓഫ് ഫുൾ ലോഡ് കറണ്ട് മാത്രമേ ആയിരിക്കും നമ്മുടെ ഈ നോ ലോഡ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഈ നോ ലോഡ് കണ്ടീഷനിൽ 5 to 8% ഓഫ് ഫുൾ ലോഡ് കറണ്ട് മാത്രമാണ് നമ്മുടെ ഈ പ്രൈമറി കൂടെ ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ ആ ഒരു കറണ്ട് കൊണ്ട് നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസിനെ നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്യും. സോ നമ്മൾ എന്ത് പറയും, നമ്മുടെ എൻ്റയർ ഇൻപുട്ട് പവർ എന്തിന് യൂസ് ചെയ്യുന്നു, ഇസ് യൂസ് ടു മീറ്റ് ദ കോർ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ. നമ്മുടെ ട്രാൻസ്ഫോമറിലെ കോർ ലോസ് മീറ്റ് ചെയ്യാനാണ് എൻ്റയർ ഇൻപുട്ട് പവർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് തരും, നമ്മുടെ ഈ വാട്ട് മീറ്റർ റീഡിങ്, നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട് റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ, അതുപോലെ ഒരു വാട്ട് മീറ്റർ വെച്ചിട്ടുണ്ട് നമ്മൾ ഇൻപുട്ട് പവർ മെഷർ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ നോ ലോഡ് കറണ്ട് മെഷർ ചെയ്യാൻ നമ്മളോട് ഒരു അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ OC ടെസ്റ്റ് ചെയ്ത് നമ്മുടെ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് വാട്ട് മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ കോർ ലോസ് ഇൻ ദ മെഷീൻ. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ടോട്ടൽ കോർ ലോസ് ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഈ വാട്ട് മീറ്റർ റീഡിംഗ് തരുന്നത്. ഇനി നമുക്ക് ഈ ടോട്ടൽ കോർ ലോസ് കൂടാതെ നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമറിന്റെ ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഈക്വലന്റ് സർക്യൂട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, R0 ആൻഡ് X0 എന്ന് പറയുന്നത്. സോ ഈ R0ന്റെയും XM-ന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിലെ ഡേറ്റാസ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം നമ്മുടെ OC ടെസ്റ്റിൽ നമ്മുടെ വാട്ട് മീറ്റർ തരുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഫുൾ കോർ ലോസ് ആണ്. സോ PI ഈസ് ഈക്വൽ ടു കോർ ലോസ് ഓർ അയർ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ. നമുക്കറിയാം PI എന്ന് വെച്ചാൽ എന്താണ്, VI cos phi ആണ് അല്ലേ. സോ ഇവിടെ വോൾട്ടേജ് V1 നോ ലോഡ് കറണ്ട് I0 എന്ന് എടുക്കുകയാണെങ്കിൽ V1 × I0 × cos phi0. phi0 എന്ന് വെച്ചാൽ നോ ലോഡ് പവർ ഫാക്ടർ ആണ്. സോ അതിൽ നിന്ന് എനിക്ക് cos phi0 കാൽക്കുലേറ്റ് ചെയ്യാലോ, ദാറ്റ് ഈസ് PI ഡിവൈഡഡ് ബൈ V1 × I0. ഫ്രം ദിസ് phi0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, cos ഇൻവേഴ്സ് ഓഫ് PI ഡിവൈഡഡ് ബൈ V1 × I0. ഇതായിരിക്കും എൻ്റെ phi0ന്റെ വാല്യൂ, അതായത് നോ ലോഡ് ആംഗിളിന്റെ വാല്യൂ. ദെൻ ഇനി എനിക്കറിയാം നമ്മുടെ നോ ലോഡ് കറണ്ടിന് രണ്ട് കമ്പോണന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, വർക്കിംഗ് കമ്പോണന്റും അതുപോലെ തന്നെ ഒരു മാഗ്നറ്റൈസിങ് കമ്പോണന്റും. ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദ കമ്പോണന്റ് ഓഫ് നോ ലോഡ് കറണ്ട് കറസ്പോണ്ടിങ് ടു കോർ ലോസ്, നമ്മുടെ കോർ ലോസിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് വർക്കിംഗ് കമ്പോണന്റ് എന്ന് ഞാൻ പറഞ്ഞു. സോ വർക്കിംഗ് കമ്പോണന്റ് ഈസ് ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ ഇസ് I0 cos phi0 ആണ്. വർക്കിംഗ് കമ്പോണന്റിന്റെ വാല്യൂ ഇസ് I0 cos phi0. അപ്പോൾ നമുക്ക് I0ന്റെ വാല്യൂ അറിയാം, phi0ന്റെ വാല്യൂ അറിയാം. സോ നമുക്ക് എന്താ IWയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Then magnetizing current IM is I0 sin phi0 ആണ്. സോ I0 അറിയാം, phi0 അറിയാമെങ്കിൽ നമുക്ക് മാഗ്നറ്റൈസിങ് കറണ്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. Then the shunt branch parameters R0 and XM, നമ്മുടെ ഈക്വലന്റ് സർക്യൂട്ടിലെ ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സ് ആണ് R0 ഉം X ഉം. ഈ R0ന്റെയും XM-ന്റെയും വാല്യൂ ഈ IW ആൻഡ് IM-ന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും R0ന്റെ വാല്യൂ, നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ത്രൂ ദ R0, അതായത് നമ്മുടെ R0 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോർ ലോസ് റെസിസ്റ്റൻസ് R0 കിട്ടും. സോ V1 ഡിവൈഡഡ് ബൈ IW, അതായിരിക്കും നമ്മുടെ ഇതിന്റെ വാല്യൂ, R0ന്റെ വാല്യൂ. അതുപോലെ തന്നെ നമുക്ക് മാഗ്നറ്റൈസിങ് റിയാക്ടൻസ് XM-ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. XM എന്ന് വെച്ചാൽ എന്തായിരിക്കും, XM ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ IM, അതായത് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ IM. IM എന്ന് വെച്ചാൽ എന്താ, മാഗ്നറ്റൈസിങ് കറണ്ട്, അതാണ് നമ്മുടെ മെഷീനിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ V1 ഡിവൈഡഡ് ബൈ IM ചെയ്യുമ്പോൾ നമുക്ക് ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സിൽ XM-ന്റെ വാല്യൂ കിട്ടും. സോ ഇങ്ങനെ കോർ ലോ, നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഒരു ട്രാൻസ്ഫോമറിൽ കണ്ടക്ട് ചെയ്ത് നമുക്ക് ആ ട്രാൻസ്ഫോമറിന്റെ കോർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സ് ആയ R0, XM ഇതിന്റെ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് OC ആൻഡ് SC ടെസ്റ്റ് വെച്ച് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷൻ മുതലായ ഡേറ്റാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് OC ടെസ്റ്റ്. അപ്പോൾ OC ടെസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, OC ടെസ്റ്റിൽ നമ്മൾ ഒരു വൈൻഡിങ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മൾ അതർ വൈൻഡിങ്ങിൽ എന്ത് സംഭവിക്കും, റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. സോ ഇവിടെ നോ ലോഡ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. നോ ലോഡ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 to 8% ഫുൾ ലോഡ് കറണ്ട് മാത്രമാണ്. അതായത് സെക്കൻഡറി ഓപ്പൺ ആയതുകൊണ്ട് ഒരു ചെറിയ നമ്മുടെ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാനും ലോസസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ കറണ്ട് മാത്രമേ സപ്ലൈ ചെയ്യുന്ന ഫ്ലോ ചെയ്യുന്നുള്ളൂ. ആ കറണ്ട് കൊണ്ട് നമ്മുടെ വൈൻഡിങ്സിൽ, പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. സോ നമ്മൾ പറയും എൻ്റയർ ഇൻപുട്ട് പവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈസ് യൂസ് ടു മീറ്റ് ദ കോർ ലോസ്. അപ്പോൾ നമുക്ക് വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്ന ടോട്ടൽ കോർ ലോസ് ആയിരിക്കും തരുന്നത്. രണ്ട് നമ്മുടെ വോൾട്ടേജ് അമ്മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ റീഡിങ്സ് വെച്ചിട്ട് നമുക്ക് ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് ഈ OC ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താണ് SC ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. സോ OC ടെസ്റ്റിൽ നമുക്ക് എന്താണ് കിട്ടിയത്, ടോട്ടൽ കോർ ലോസ് ഓഫ് ദ ട്രാൻസ്ഫോമർ കിട്ടി. സോ SC ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോപ്പർ ലോസ് ഓഫ് ദ ട്രാൻസ്ഫോമർ, ഫുൾ ലോഡ് കോപ്പർ ലോസ്. നമ്മുടെ മെഷീനിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. സോ ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഒരു സൈഡ്, അതായത് ഏതർ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി എന്ത് സംഭവിക്കും, ഞാൻ ഷോർട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അതർ സൈഡിൽ ഞാൻ എന്ത് സംഭവിക്കും, ആ സൈഡിന്റെ റേറ്റഡ് വോൾട്ടേജ് ഞാൻ, റേറ്റഡ് കറണ്ട് ഞാൻ പാസ് ചെയ്യും. അതായത് ഏതർ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി, ഏതെങ്കിലും ഒരു സൈഡ് ഞാൻ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്തിട്ട് മറ്റേ സൈഡിന്റെ റേറ്റഡ് കറണ്ട് ഞാൻ ആ വൈൻഡിങ്ങിൽ കൂടെ പാസ് ചെയ്യും.
സോ ഇവിടെ എന്താണ്, ഞാൻ എൻ്റെ LV വൈൻഡിങ് ആണ് ഞാനിവിടെ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ലോ വോൾട്ടേജ് വൈൻഡിങ്ങിന് ഞാൻ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തേക്കുന്നത്, ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ ആണ് ഞാൻ മെഷർമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും, നമ്മൾ OC ടെസ്റ്റ് പറഞ്ഞാൽ SC ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ വോൾട്ടേജ് സൈഡിലോ ലോ വോൾട്ടേജ് സൈഡിലോ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാം. നമ്മുടെ കോർ ലോസിനോ കോപ്പർ ലോസിനോ യാതൊരു മാറ്റവും വരില്ല. പക്ഷേ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചാണ് നമ്മൾ ഓരോ സൈഡ് സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ LV സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം LV സൈഡിലെ കറണ്ടിന്റെ വാല്യൂ ഹൈ ആയിരിക്കും, ബിക്കോസ് പവർ ഈസ് ഈക്വൽ ടു V × I. സോ വോൾട്ടേജ് കുറവാണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ കറണ്ടിന്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ നമ്മൾ LV സൈഡിൽ ചെയ്താൽ നമുക്ക് റേറ്റഡ് കറണ്ട് പാസ് ചെയ്യേണ്ട വാല്യൂ ഹൈ ആയിരിക്കും. അതേസമയം നമ്മൾ HV സൈഡിലാണ് നമ്മൾ മെഷർമെന്റ്സ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് പാസ് ചെയ്യേണ്ട കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവ് മതി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HV സൈഡിൽ നമ്മൾ മെഷർമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് LV സൈഡിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് വെക്കുന്നത്. സോ അങ്ങനെ LV സൈഡിന് ഞാൻ ഷോർട്ട് ചെയ്ത് വെച്ചു. ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് സംഭവിച്ചു, ഞാൻ എൻ്റെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വേരിയബിൾ സോഴ്സ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു നമ്മുടെ റേറ്റഡ് കറണ്ട്, അതായത് ഇത് നമ്മളിപ്പോൾ HV വൈൻഡിങ് ആണെങ്കിൽ HV വൈൻഡിങ്ങിൻ്റെ റേറ്റഡ് കറണ്ട് ഞാൻ ഈ പോർഷനിലൂടെ പാസ് ചെയ്യിച്ചു, അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിൽ എൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ റേറ്റഡ് കറണ്ട് പാസ് ചെയ്യിച്ചു. അത് റേറ്റഡ് കറണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു അമ്മീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പവർ മെഷർ ചെയ്യാൻ ഒരു വാട്ട് മീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്ററും പാരലായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ടഡ് കണ്ടീഷനിലായതുകൊണ്ട് ചെറിയൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ, അതായത് HV വൈൻഡിങ്ങിന്റെ റേറ്റഡ് കറണ്ട് എനിക്ക് മെഷീനിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സെക്കൻഡറി ഷോർട്ടഡ് ആയതുകൊണ്ട് ചെറിയൊരു വോൾട്ടേജ് മതി റേറ്റഡ് കറണ്ട് പാസ് ചെയ്യാൻ. സോ ഈ ചെറിയ വോൾട്ടേജിൽ നമുക്കറിയാം കോർ ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, കോർ ലോസ് കുറവായിരിക്കും. സോ ഈ കണ്ടീഷനിൽ നമ്മൾ കോർ ലോസിനെ നെഗ്ലക്ട് ചെയ്യും. സോ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും, എൻ്റയർ പവർ ഇൻപുട്ട് ഈസ് യൂസ് ടു മീറ്റ് ദ കോപ്പർ ലോസ് ഇൻ ദ മെഷീൻ. നമ്മുടെ മെഷീനിലെ കോപ്പർ ലോസ്, അതായത് കോപ്പർ ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന I²R ലോസും സെക്കൻഡറി വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന I²R ലോസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ടോട്ടൽ പവർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്തായിരിക്കും ഈ വാട്ട് മീറ്റർ റീഡിംഗ് എന്തായിരിക്കും നമുക്ക് തരുന്നത്, ടോട്ടൽ കോപ്പർ ലോസ്, മെഷീനിലെ ഈ ട്രാൻസ്ഫോമറിലെ ടോട്ടൽ കോപ്പർ ലോസ് ആയിരിക്കും നമ്മുടെ വാട്ട് മീറ്റർ റീഡിംഗ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും നമ്മൾ ഈ ടെസ്റ്റിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈക്വലന്റ് സർക്യൂട്ടിലെ R02 ആൻഡ് X02 ഇതിൻ്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വാട്ട് മീറ്റർ റീഡിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ ട്രാൻസ്ഫോമറിലെ ടോട്ടൽ കോപ്പർ ലോസ് ആണ്. സോ നമുക്ക് ടോട്ടൽ കോപ്പർ ലോസ് നമുക്ക് ആ വാട്ട് മീറ്റർ റീഡിംഗിൽ നിന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഇവിടെ നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത് ഏതാണ്, ഹൈ വോൾട്ടേജ് സൈഡിലാണ്. കാരണം അവിടെ റേറ്റഡ് കറണ്ടിന്റെ വാല്യൂ കുറവായതുകൊണ്ട് ഹൈ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നമ്മുടെ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈക്വലന്റ് സൈഡ്, നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡിലാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈ വോൾട്ടേജ് സൈഡിനെ റെഫർ ചെയ്ത് നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസിനെ, ആ മെഷീൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസിനെ സപ്പോസ് ഞാൻ R ഈക്വലന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് I² × R ഈക്വലന്റ് ആയിരിക്കും. നമ്മൾ മെഷർമെന്റ് കണ്ടക്ട് ചെയ്യുന്ന സൈഡിലെ ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ, നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ R ഈക്വലന്റ് ആണെങ്കിൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ I² × R ഈക്വലന്റ് ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത് നമുക്ക് ഈ വാട്ട് മീറ്റർ തരുന്ന കോപ്പർ ലോസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് എനിക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഐയുടെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് അമ്മീറ്റർ വെച്ചിട്ട്. സോ R ഈക്വലന്റിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും, P കോപ്പർ ഡിവൈഡഡ് ബൈ ISC² ആയിരിക്കും. ISC എന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, നമ്മുടെ അമ്മീറ്റർ മെഷർ ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ടും P കോപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ വാട്ട് മീറ്റർ തരുന്ന കോപ്പർ ലോസും. സോ ഇതിൽ നിന്ന് എനിക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് R ഈക്വലന്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VSC ആണ്. അത് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നു. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ISC ആണ്, നമ്മൾ അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നുണ്ട്. സോ ഈ വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും, ഈക്വലന്റ് ഇംപെഡൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈക്വലന്റ് ഇംപെഡൻസ് റെഫർ ടു ദ മെഷറിംഗ് സൈഡ്. സോ ഹൈ വോൾട്ടേജ് സൈഡിലാണ് ഞാൻ മെഷർമെന്റ്സ് ചെയ്യുന്നതെങ്കിൽ ഈക്വലന്റ് ഇംപെഡൻസ് റെഫർ ടു ദ ഹൈ വോൾട്ടേജ് സൈഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ Z ഈക്വലന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, VSC ഡിവൈഡഡ് ബൈ ISC ആയിരിക്കും. സോ നമുക്ക് R ഈക്വലന്റും Z ഈക്വലന്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് X ഈക്വലന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഒരു മെഷീനിൽ R² + X², സ്ക്വയർ റൂട്ട് ഓഫ് R² + X² ഈസ് ഈക്വൽ ടു Z ആണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ ഇംപെഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, R X പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് R² + X², ഇതാണ് നമ്മുടെ ഇംപെഡൻസിന്റെ വാല്യൂ.
സോ നമുക്ക് ഇസഡ് ഈക്വലൻറ്റും കിട്ടിയിട്ടുണ്ട്, ആർ ഈക്വലൻറ്റും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എക്സ് ഈക്വലൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്ക്വയർ റൂട്ട് ഓഫ് ഇസഡ് ഈക്വലൻറ്റിൻ്റെ സ്ക്വയർ മൈനസ് ആർ ഈക്വലൻറ്റിൻ്റെ സ്ക്വയർ. സോ നമുക്ക് എന്താ എക്സ് ഈക്വലൻറ്റിൻ്റെ വാല്യൂ കിട്ടി, ആർ ഈക്വലൻറ്റിൻ്റെ വാല്യൂ കിട്ടി. സോ നമുക്ക് ഒ സി ടെസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മെഷീനിലെ ടോട്ടൽ കോർ ലോസും അതുപോലെ തന്നെ ഷൻ ബ്രാഞ്ച് പാരാമീറ്റേഴ്സ് ആയ ആർ നോട്ടിൻ്റെയും എക്സ്എമ്മിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എസ് സി ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ട്രാൻസ്ഫോമറിലെ ടോട്ടൽ കോപ്പർ ലോസും അതുപോലെ തന്നെ നമ്മുടെ ഈക്വലന്റ് ഇംപിഡൻസ് റെഫർ ടു ദ മെഷറിംഗ് സൈഡ് ഇസഡ് ഈക്വലന്റിനെയും എക്സ് ഈക്വലന്റിന്റെ വാല്യൂവും കിട്ടും. സോ നമ്മളൊരു ട്രാൻസ്ഫോമറിന്റെ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു ഷൻ ബ്രാഞ്ച് ഉണ്ട് അല്ലേ, ആർ നോട്ട് എക്സ് നോട്ട് ഓർ എക്സ് ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്ന ഐ നോട്ടാണ്. നമുക്കറിയാം ഈ എക്സ് നോട്ടിൽ കൂടെ പോകുന്ന കറണ്ടാണ് നമ്മുടെ മാഗ്നറ്റൈസിങ് കറണ്ട്, ആർ നോട്ടിൽ കൂടെ പോകുന്ന കറണ്ടാണ് നമ്മുടെ വർക്കിംഗ് കറണ്ട്, നമ്മുടെ സപ്ലൈയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ I1 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ മെഷീൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എനിക്ക് ആർ ഈക്വലന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈക്വലന്റ് റിയാക്ടൻസിനെ, ലീക്കേജ് റിയാക്ടൻസിനെ എനിക്ക് എക്സ് ഈക്വലന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണല്ലേ എൻ്റെ ഒരു ട്രാൻസ്ഫോമറിന്റെ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്ന I1' ആയിരിക്കും. സോ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഈ ആർ നോട്ടിൻ്റെയും എക്സ് നോട്ടിൻ്റെയും വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്ന എനിക്ക് ആർ ഈക്വലന്റിൻ്റെയും എക്സ് ഈക്വലന്റിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമുക്ക് ഈ ഈക്വലന്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷൻ മുതലായ ഡീറ്റെയിൽസ് നമുക്ക് ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒ സി ആൻഡ് എസ് സി ടെസ്റ്റിലെ ഡേറ്റാസ് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ എഴുതുന്നത് ഫ്രം ദ ഒ സി ടെസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോപ്പർ ലോസ്. അതുപോലെ തന്നെ എസ് സി ടെസ്റ്റിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോപ്പർ ലോസും ഒ സി ടെസ്റ്റിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോർ ലോസും മെഷീൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ആ ഡേറ്റാസ് വെച്ചിട്ട് എങ്ങനെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കിയാൽ നമുക്കറിയാം എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി ഈസ് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. അതായത് ഇൻപുട്ട് പവറിന് എനിക്ക് എന്താ എഴുതാം? ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് എഴുതാം അല്ലേ. സോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. ഇനി നമുക്കറിയാം പി എ എന്ന് പറയുന്നത് നമ്മുടെ മെഷീനിലെ കോർ ലോസ് ആണ്, പി സി എന്ന് പറയുന്നത് നമ്മുടെ മെഷീനിലെ കോർ ലോസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പി സി എന്ന് പറയുന്ന കോപ്പർ ലോസ് ആയിട്ടും പി എ എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് എടുത്തു? അയൺ ലോസ് ആയിട്ട് എടുത്തു. സോ എനിക്ക് എങ്ങനെ എഴുതാം? എൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എനിക്ക് എങ്ങനെയായിട്ട് മാറും? അതായത് ഔട്ട്പുട്ട് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിലോ വാട്ട്സിലുള്ള പവർ ആണല്ലേ. സോ നമുക്ക് കെ വി എ റേറ്റിംഗ് അറിയുവാണെങ്കിൽ കെ വി എ ഇൻറ്റു കോസ് ഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് പവർ ഇൻ കിലോ വാട്ട്സ് കിട്ടും. സോ അപ്പോൾ ഫുൾ ലോഡ് കെ വി എ ഇൻറ്റു പവർ ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പവർ ഇൻ കിലോ വാട്ട്സ് കിട്ടും, ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. സോ ഫുൾ ലോഡ് വോൾട്ടാംപിയർ ഇൻറ്റു പവർ ഫാക്ടർ പ്ലസ് പി ഐ പ്ലസ് പി സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കൂടെ, അതായത് നമ്മൾ ഈ ഔട്ട്പുട്ടിൻ്റെ കൂടെ നമ്മുടെ ലോസസ് ആയ അയൺ ലോസും കോപ്പർ ലോസും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ ഇൻപുട്ട് പവർ കിട്ടും. സോ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ എഫിഷ്യൻസി കിട്ടും. ഇത് നമ്മുടെ ഫുൾ ലോഡ് കണ്ടീഷനിലാണ്. ഇനി ഫുൾ ലോഡ് കണ്ടീഷനിലല്ല, നമ്മൾ ഒരു എക്സ് ടൈംസ് ഓഫ് ഫുൾ ലോഡ് കണ്ടീഷനിലാണ്, ഫുൾ ലോഡിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് ലോഡിലാണ് നമ്മുടെ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ എങ്ങനെ നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഫുൾ ലോഡ് വോൾട്ടാംപിയർ. അതായത് ഈ ഫുൾ ലോഡ് വോൾട്ടാംപിയറിൻ്റെ എക്സ് പെർസെൻറ്റേജേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ എക്സ് ഇൻറ്റു ഫുൾ ലോഡ് വോൾട്ടാംപിയർ ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഫുൾ ലോഡ് വോൾട്ടാംപിയർ ഇൻറ്റു പവർ ഫാക്ടർ പ്ലസ് പി ഐ. നമുക്കറിയാം ഈ പി സി എന്ന് പറയുന്ന കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് ലോഡിലെ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ ഇൻറ്റു പി കോപ്പർ നമ്മൾ ചെയ്യണം. എങ്കിലാണ് നമുക്ക് എക്സ് ഫ്രാക്ഷൻ ഓഫ് ലോഡിൽ നമ്മൾ എത്ര കോപ്പർ ലോസ് ഉണ്ടാവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ ഇൻറ്റു പി കോപ്പർ എന്ന് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ ലോസ് കിട്ടുള്ളൂ. സോ നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് ടോട്ടൽ ലോസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് കിട്ടും. സോ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടും. സോ ഈ ക്വസ്റ്റൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒ സി ടെസ്റ്റിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് നമ്മൾ എഴുതുക. അതായത് ഒ സി ടെസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് കോർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എസ് സി ടെസ്റ്റിൽ നിന്ന് വി ക്യാൻ ഡിറ്റർമിൻ ദ കോപ്പർ ലോസ്. ആൻഡ് ആ രണ്ട് ഡേറ്റാസും വെച്ചിട്ട് പി ഐ പി സി നമുക്ക് കണ്ടുപിടിക്കാം. പി ഐ അയൺ ലോസും പി സി കോപ്പർ ലോസും ആണ്. സോ ടോട്ടൽ ലോസ് ഇൻ ദ മെഷീൻ പി ഐ പ്ലസ് പി സി ആയിരിക്കും. പിന്നെ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. ആ ഇക്വേഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഫുൾ ലോഡിലും അതുപോലെ തന്നെ ഫ്രാക്ഷൻ ഓഫ് എക്സ് ഫ്രാക്ഷൻ ഓഫ് ലോഡിലും ഇങ്ങനെ നമുക്ക് എഫിഷ്യൻസി എഴുതാമെന്നുള്ള ഈ രണ്ട് ഇക്വേഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ ഒരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഇൻ എ ട്രാൻസ്ഫോമർ. അതായത് ഒരു ട്രാൻസ്ഫോമറിൽ ഏത് കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നതെന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നമുക്കറിയാം ഔട്ട്പുട്ട് പവർ, നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വി ഐ കോസ് 5 ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് V2, നമ്മുടെ സെക്കൻഡറി കറണ്ട് I2, അതുപോലെ തന്നെ പവർ ഫാക്ടർ ഓഫ് ദ ലോഡിൻ്റെ പവർ ഫാക്ടർ കോസ് 5 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് പവർ പി ഔട്ട് ഈസ് ഈക്വൽ ടു V2 I2 cos 5 എന്ന് എനിക്ക് എഴുതാം അല്ലേ.
ഇനി നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡറിയിലോട്ട് റെഫർ ചെയ്യുമ്പോൾ എൻ്റെ മെഷീൻ്റെ അല്ലെങ്കിൽ എൻ്റെ ട്രാൻസ്ഫോമറിന്റെ ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് R02 ഓം ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ ടോട്ടൽ കോപ്പർ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? അതായത് ഈ I2 എന്ന് പറയുന്ന കറണ്ട് ആണ് എൻ്റെ സെക്കൻഡറി കൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലോഡ് കണ്ടീഷനിൽ എൻ്റെ ടോട്ടൽ കോപ്പർ ലോസ് എന്തായിരിക്കും? I22 × R02 ആണ്. അതായത് സെക്കൻഡറി കറണ്ട് ഇൻറ്റു ഈക്വലന്റ് റെസിസ്റ്റൻസ് റെഫർ ടു സെക്കൻഡറി. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? നമ്മുടെ മെഷീനിലെ ടോട്ടൽ കോപ്പർ ലോസ് എനിക്ക് കിട്ടും. അതുപോലെ തന്നെ അയൺ ലോസ് ഇപ്പോൾ സപ്പോസ് PI ആണെങ്കിൽ ടോട്ടൽ ലോസ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോപ്പർ ലോസ് പ്ലസ് അയൺ ലോസ് ആണല്ലേ. സോ PI പ്ലസ് P കോപ്പർ, PI പ്ലസ്, അതായത് അയൺ ലോസ് എപ്പോഴും കോൺസ്റ്റന്റ് ലോസ് ആയിരിക്കും, കോപ്പർ ലോസ് ആണ് നമ്മുടെ കറണ്ടിനനുസരിച്ച് വേരി ചെയ്യുന്നത്. സോ PI പ്ലസ് I22 × R02. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മെഷീനിലെ ടോട്ടൽ ലോസസ് കിട്ടും. ഇനി നിങ്ങൾ എഫിഷ്യൻസി ഇക്വേഷൻ നോക്കുക. എഫിഷ്യൻസി ഇക്വേഷൻ എന്താണ്? V2I2, അതായത് ഔട്ട്പുട്ട്, V2I2 cos ∅2 ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് അല്ലേ. സോ V2I2 cos ∅2 പ്ലസ് PI പ്ലസ് I22 × R02. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസി ഇക്വേഷൻ കിട്ടി. സോ എഫിഷ്യൻസി ഇക്വേഷനിൽ നമുക്കറിയാം നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് V2 ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ലോഡാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? cos ∅2 വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്ക് ഈ I2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷന് V2 cos ∅2, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ I2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ V2 cos ∅2 എന്ന് പറയും. ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ I2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? V2 cos ∅2 പ്ലസ് PI ബൈ I2 പ്ലസ് ഇവിടെ I2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ I2 ക്യാൻസൽ ചെയ്തു അല്ലേ. സോ I2 ഡിവൈഡഡ് ബൈ R02 എന്നോ. ഇതാണ് നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്കറിയാം ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ I2 ആണ് ലോഡിനനുസരിച്ച് വേരി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എഫിഷ്യൻസി എന്താവണം? ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ആവണം. എഫിഷ്യൻസി മാക്സിമം ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഈ ഫാക്ടർ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ മിനിമം ആവുന്നത് എപ്പോഴാണ്? അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ 0 ആകുമ്പോഴാണ് നമ്മുടെ ആ ഫംഗ്ഷന്റെ വാല്യൂ മാക്സിമം ആവുന്നത്. സോ എഫിഷ്യൻസി മാക്സിമം ആണെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആണ്. ഡിനോമിനേറ്റർ മിനിമം ആണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു I2 വാല്യൂ 0 ആയിരിക്കണം. സോ നമ്മൾ ആ ഡിനോമിനേറ്ററിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് d ബൈ di2 ഓഫ് V2 cos ∅2 പ്ലസ് PI ബൈ I2 പ്ലസ് I2 × R02 വാല്യൂ എന്തായിരിക്കണം? 0 ആവണം. സോ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം di2 വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ V2 cos ∅2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? 0 ആയിപ്പോൾ. ദെൻ PI ബൈ I2 നമ്മൾ I2 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം 1/I2 മൈനസ് 1/I22 ആണ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു I2 എടുക്കുമ്പോൾ. സോ മൈനസ് PI ബൈ I22 എന്ന് വരും. അതുപോലെ തന്നെ I2 R02 വിത്ത് റെസ്പെക്ട് ടു I2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? × R02 എന്ന് വരും. സോ മൈനസ് PI ബൈ I22 പ്ലസ് R02 = 0 എന്ന് വരും. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? PI = I22 × R02 എന്ന് വരും. അതായത് മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യണമെങ്കിൽ എൻ്റെ മെഷീനിൽ എന്തായിരിക്കണം? എൻ്റെ മെഷീനിലെ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്തായിരിക്കണം? ആ ലോഡിംഗ് കണ്ടീഷനിലെ കോപ്പർ ലോസിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് കോർ ലോസും കോപ്പർ ലോസും ഈക്വൽ ആവുന്ന കണ്ടീഷനിലാണ് എനിക്കൊരു ട്രാൻസ്ഫോമറിൽ ഏത് മെഷീൻ ആയിക്കോട്ടെ അവിടെ നമുക്ക് മാക്സിമം എഫിഷ്യൻസി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കോർ ലോസ് = കോപ്പർ ലോസ് ആയിരിക്കും. അതായത് നമ്മുടെ എഫിഷ്യൻസി കർവ് നമ്മൾ വരയ്ക്കുമ്പം ലോഡ് അനുസരിച്ച് ഇവിടെ ലോഡും ഇവിടെ എഫിഷ്യൻസി നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ എഫിഷ്യൻസി കർവ് വരുന്നത് അല്ലേ. സോ എഫിഷ്യൻസി കൂടി ഒരു പോയിന്റിൽ മാക്സിമം എത്തി പിന്നെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ PI എന്ന് പറയുന്നത് PCയോട് ഈക്വൽ ആവും. ആ ഒരു കണ്ടീഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? മാക്സിമം എഫിഷ്യൻസി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം എഫിഷ്യൻസി കുറയാണ്. കാരണം എന്താ? അതിനുശേഷം വീണ്ടും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ കൂടും. സോ I2R ലോസ് കൂടും. അതായത് PIനെ ഓവർടേക്ക് ചെയ്യും നമ്മുടെ കോപ്പർ ലോസിന്റെ വാല്യൂ. അന്നേരം എഫിഷ്യൻസി കുറയുക ചെയ്യുന്നത്. So maximum efficiency is achieved when PI is equal to PC. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ PC എന്ന് പറയുന്നത് നമുക്കറിയാം ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ PI എന്ന് പറയുന്നത് അയൺ ലോസ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. ഇനി X എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ലോഡ് അറ്റ് വിച്ച് എഫിഷ്യൻസി ഈസ് മാക്സിമം. അതായത് എനിക്ക് ഫുൾ ലോഡ് കറണ്ട് അറിയാം, അപ്പം ഒരു ഫ്രാക്ഷൻ ഓഫ് ലോഡിലാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ I2 എന്ന് പറയുന്ന ലോഡിലാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം അല്ലേ. സോ ഇനി ഏത് ലോഡിലാണ് എക്സ് ഫ്രാക്ഷൻ ഓഫ് ഫുൾ ലോഡ്, അതായത് ഫുൾ ലോഡിന്റെ എക്സ് ഫ്രാക്ഷനിലാണ് നമ്മുടെ എഫിഷ്യൻസി മാക്സിമം ആവുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടീഷനിൽ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x² × PC ആയിരിക്കും. അത് PC ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണെങ്കിൽ x² × PC ആയിരിക്കും ആ ലോഡിംഗ് കണ്ടീഷനിലെ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ എക്സ് ഫ്രാക്ഷൻ ഓഫ് ഫുൾ ലോഡ് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് അവിടുത്തെ കോർ ലോസ് എന്ന് വെച്ചാൽ P ആയിരിക്കും,
കോപ്പർ ലോസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു പി സി ആയിരിക്കും. സോ ഇത് രണ്ടും ഈക്വൽ ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. സോ മാക്സിമം എഫിഷ്യൻസി ഇസ് ഒബ്റ്റെയിൻ വെൻ അയൺ ലോസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ഓൾവേസ് കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ലോസ് ആണ്. മാറുന്ന എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ കോപ്പർ ലോസ് മാത്രമേ മാറുന്നുള്ളൂ. അത് ലോഡിനനുസരിച്ച് മാറും. സോ എക്സ് ഫ്രാക്ഷൻ ഓഫ് ഫുൾ ലോഡിലാണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു പി സി ആയിരിക്കും നമ്മുടെ മെഷീനിലെ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അത് ഈക്വൽ ആവുന്ന ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. എക്സ് ഏത് ഫ്രാക്ഷൻ ഓഫ് ലോഡിലാണ് അത് സംഭവിക്കുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് പി ഐ ഡിവൈഡഡ് ബൈ പി സി ആയിരിക്കും. സോ ഈ ഫ്രാക്ഷൻ ഓഫ് ലോഡിലായിരിക്കും നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഓഫ് ലോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ റേറ്റഡ് ലോഡ് കറണ്ട് നമുക്ക് അറിയാമെങ്കിൽ, സെക്കൻഡറിയുടെ റേറ്റഡ് ലോഡ് കറണ്ട് അറിയാമെങ്കിൽ നമുക്ക് എക്സ് ഇൻറ്റു റേറ്റഡ് ലോഡ് കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദ കറണ്ട് അറ്റ് വിച്ച് മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കെ വി അറ്റ് മാക്സിമം എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഫുൾ ലോഡ് കെ വി എ, നമ്മുടെ മെഷീൻ്റെ ഫുൾ ലോഡ് കെ വി എ നമുക്ക് അറിയാമെങ്കിൽ അതിന് എക്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, കെ വി അറ്റ് മാക്സിമം എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് എഴുതണം, നിങ്ങൾ എങ്ങനെയാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതുക, അതിന് മുമ്പ് V2 I2 അതായത് പി ഇൻപുട്ട് എഴുതുക, പി ഔട്ട്പുട്ട് എഴുതുക, അതിനുശേഷം നമ്മുടെ ലോസസ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷനിലോട്ട് ആക്കുക അതിന്, അതായത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ എഫിഷ്യൻസി മാക്സിമം ആണെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആണ്. ഡിനോമിനേറ്റർ മിനിമം ആണെങ്കിൽ എന്താണ്, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. സോ ഇവിടെ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്ന I2 ആണ്. V2 ഉം cos phi 2 is assumed to be constant. സോ I2 ആണ് വേരിയബിൾ. സോ വിത്ത് റെസ്പെക്ട് ടു I2 ആയിരിക്കണം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അതിന് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുക. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി ഐ ഈസ് ഈക്വൽ ടു I2 സ്ക്വയർ R2. അതായത് ആ മെഷീനിലെ കോപ്പർ ലോസ് കോർ ലോസിനോട് ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൽ ഏത് മെഷീനിലായാലും നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് പി ഐ ഈക്വൽ ടു പി സിയിലാണ്. അതിനുശേഷം ഈ ഒരു, അതായത് എക്സ് ഫ്രാക്ഷൻ ഓഫ് ലോഡ് എങ്ങനെ നമുക്ക് എക്സ്, അതായത് മാക്സിമം എഫിഷ്യൻസി വരുന്ന ലോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ഐ ബൈ പി സി ആണ്. ആ കണ്ടീഷനിൽ നമ്മുടെ കറണ്ടും അതുപോലെ തന്നെ കെ വി റേറ്റിംഗും നമ്മൾ എക്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും നിങ്ങൾ എഴുതുക, ഒരു 3 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു പാർട്ട് എയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വരും, മോർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റിന് ടോട്ടൽ 14 മാർക്സ് ആയിരിക്കും. സോ നമുക്ക് പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൊഡ്യൂൾ 4 നിന്ന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സംനേഴ്സ് ടെസ്റ്റ്? ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ടു കണ്ടക്ട് ദിസ് ടെസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ്, അതിൻ്റെ തന്നെ ഒരു പാർട്ടാണ്, ബി പാർട്ടാണ്, അതൊരു പ്രോബ്ലം ആണ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് സംനേഴ്സ് ടെസ്റ്റ് എന്ന് നോക്കാം. സോ എന്താണ് സംനേഴ്സ് ടെസ്റ്റ്? നമ്മൾ ഒ സി ടെസ്റ്റും എസ് സി ടെസ്റ്റും ഒരു ട്രാൻസ്ഫോമറിൽ കണ്ടക്ട് ചെയ്യുന്ന എന്തിനാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഒ സി ടെസ്റ്റിൽ നിന്നും എസ് സി ടെസ്റ്റിൽ നിന്നും നമുക്ക് എന്താ, നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ്, ഈക്വലന്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ മെഷീൻ്റെ ടെമ്പറേച്ചർ റൈസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ടെമ്പറേച്ചർ റൈസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഒരിക്കലും ഒ സി ആൻഡ് എസ് സി ടെസ്റ്റിൽ നിന്ന് കിട്ടില്ല. ഈ ടെമ്പറേച്ചർ റൈസിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫോമറിൻ്റെ ഫുൾ ലോഡിൽ അവേഴ്സ് നമ്മൾ റൺ ചെയ്യിക്കണം. അതായത് ഒരു 30 to 40 അവേഴ്സ് കണ്ടിന്യൂസ് ഫുൾ ലോഡിൽ ആ മെഷീനെ റൺ ചെയ്ത് നമ്മൾ അതിൻ്റെ ഓയിലിൻ്റെ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്താലാണ് നമ്മുടെ ടെമ്പറേച്ചർ റൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആ 30 to 40 അവേഴ്സ് ഫുൾ ലോഡിൽ നമുക്ക് ആ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സ്മോൾ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു വാട്ടർ ലോഡോ അല്ലെങ്കിൽ ഒരു ലാമ്പ് ലോഡോ കൊടുത്ത് നമുക്ക് ആ ട്രാൻസ്ഫോമറിനെ ഫുൾ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഒരു വലിയ ട്രാൻസ്ഫോമർ, പവർ ട്രാൻസ്ഫോമർ, ഒരു ലാർജ് KVA ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ ഫുൾ ലോഡ് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. സോ അത്രയും കറണ്ട് പാസ് ചെയ്യാനുള്ള ഒരു ലോഡ് ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സോ അങ്ങനെ കണ്ടീഷനിൽ ടെമ്പറേച്ചർ റൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് വേണം. സോ അങ്ങനെ ഈ കോർ ലോസും കോപ്പർ ലോസും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ്, അതായത് ടെമ്പറേച്ചർ റൈസിങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ടെസ്റ്റ് വെച്ച് പറ്റും, ഈ സംനേഴ്സ് ടെസ്റ്റ് വെച്ച് പറ്റും. ഇവിടെ സംനേഴ്സ് ടെസ്റ്റിൽ നമ്മൾ 2 ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 2 ട്രാൻസ്ഫോമേഴ്സും നമ്മൾ ഫുൾ ലോഡ് കണ്ടീഷനിൽ റൺ ചെയ്യിക്കും. പക്ഷേ അത് സപ്ലൈന്ന് 2 ട്രാൻസ്ഫോമറിനെ ലോസസ് മീറ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് ഈ സംനേഴ്സ് ടെസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നോർമൽ നമ്മളൊരു ഫുൾ ലോഡ് ടെസ്റ്റ് ഒരു ട്രാൻസ്ഫോമറെ കണ്ടക്ട് ചെയ്താൽ ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്ത് ഒരു 30 to 40 അവേഴ്സ് ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അത്രയും ഹീറ്റ് ലോസ്, വെറുതെ നമ്മുടെ വേസ്റ്റേജ് ഓഫ് പവർ ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സംനേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. സംനേഴ്സ് ടെസ്റ്റിൽ നമ്മൾ 2 ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് എടുക്കും. ആ 2 ഐഡന്റിക്കൽ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഫുൾ ലോഡ് കറണ്ട് വെച്ച് ഫുള്ളി ലോഡഡ് ആകും. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതെന്തേ ഇൻപുട്ട് സൈഡിൽ നിന്ന് വലിക്കുന്ന പവർ എന്ന് പറയുന്നത് അതിൻ്റെ കോർ ലോസും കോപ്പർ ലോസും മീറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പവർ മാത്രമേ ഇത് സപ്ലൈ നിന്ന് എടുക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ സംനേഴ്സ് ടെസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ സംനേഴ്സ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് അതിന് വേറൊരു പേരാണ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എന്ന്. അത് സംനേഴ്സ് ടെസ്റ്റ് ഓർ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. ബിക്കോസ് നമ്മൾ 2 ട്രാൻസ്ഫോമേഴ്സ് ബാക്ക് ടു ബാക്ക് ആണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ
സംനേഴ്സ് ടെസ്റ്റ് വെച്ച് നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു കോർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം, കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം, ഈക്വലന്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് വെച്ച് നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം? റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൂടാതെ സംനേഴ്സ് ടെസ്റ്റ് വഴി നമുക്ക് എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹീറ്റിംഗ്, അതായത് ടെമ്പറേച്ചർ റൈസും കൂടെ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സംനേഴ്സ് ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. സോ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. രണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്ഫോമർ, ഇതാണ് എൻ്റെ അടുത്ത ട്രാൻസ്ഫോമർ. T1 ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിംഗ് ആണ് ഇത് രണ്ടും. അതുപോലെ തന്നെ T1 ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിംഗ് ഇത്, T2 ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിംഗ് ഇത്, അതുപോലെ തന്നെ T1ന്റെ സെക്കൻഡറി വൈൻഡിങ്ങും T2ന്റെ സെക്കൻഡറി വൈൻഡിങ്ങും. രണ്ട് ട്രാൻസ്ഫോമേഴ്സ്, രണ്ട് ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് വേണം. അതാണ് ഈ സംനേഴ്സ് ടെസ്റ്റിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് കിട്ടാന്ന് വെച്ചാൽ ഇത്ര ഡിഫിക്കൽട്ടാണ്. ഏത് ട്രാൻസ്ഫോമർ നമ്മൾ എടുത്താലും എത്ര ഐഡന്റിക്കൽ ആണെന്ന് പറഞ്ഞാലും ചെറിയൊരു വേരിയേഷൻ ഒക്കെ അതിന്റെ കറണ്ടിലും വോൾട്ടേജിലും ഒക്കെ കാണും. സോ രണ്ട് ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് T1 ആൻഡ് T2 ഞാൻ എടുത്തു. ഇനി നമ്മൾ അതിന്റെ പ്രൈമറി, ഈ രണ്ട് ട്രാൻസ്ഫോമറിനെയും പ്രൈമറി നമ്മൾ കണക്ട് ചെയ്യുന്നത് സപ്ലൈക്ക് പാരലൽ ആയിട്ടായിരിക്കും. അതായത് T1 ട്രാൻസ്ഫോമറിന്റെ നമ്മൾ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തു, അതിന് പാരലൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സപ്ലൈക്ക് പാരലൽ ആയിട്ടാണ് നമ്മൾ രണ്ട് ട്രാൻസ്ഫോമറിനെയും പ്രൈമറി സൈഡ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രൈമറി സൈഡിന്റെ വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ വെക്കുന്നുണ്ട്. ദെൻ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മീറ്റർ A1 വെക്കുന്നുണ്ട്. ദെൻ നോട്ട് മെഷർ ദ പവർ we are connecting a watt meter in the input side. So input side ൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും വാട്ട് മീറ്ററും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലോട്ട് വരുമ്പം ഈ സെക്കൻഡറി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഫേസ് ഒപ്പോസിഷനിലാണ്. അതായത് നമ്മുടെ രണ്ട് ട്രാൻസ്ഫോമറിന്റെയും സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് നമ്മൾ രണ്ട് ട്രാൻസ്ഫോമേഴ്സും കണക്ട് ചെയ്യുന്നത്. ഇനി അത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണോ കണക്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് രണ്ടിനും എക്രോസ് ആയിട്ട്, അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിന് രണ്ടിനും എക്രോസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട് V2. അപ്പോൾ ഈ V2 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ V2ന്റെ റേറ്റിംഗ് 2 times ദ സെക്കൻഡറി വോൾട്ടേജ് ഓഫ് വൺ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് റേറ്റിംഗിന്റെ സെക്കൻഡറി റേറ്റിംഗിന്റെ 2 times എങ്കിലും ഉള്ള വാട്ട് മീറ്റർ വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ സെയിം പൊളാരിറ്റി വന്നാൽ 2 times വോൾട്ടേജ് ആയിരിക്കും ആ V2ൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ചെറിയൊരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? വലിയൊരു വോൾട്ടേജ് വരുമ്പോൾ ചെറിയ റേറ്റിംഗ് ഉള്ള വോൾട്ട് മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വോൾട്ട് മീറ്റർ ഡാമേജ്ഡ് ആയി പോകും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെക്കൻഡറി വൈൻഡിങ്ങിന്റെ റേറ്റിംഗിന്റെ അല്ലെങ്കിൽ വോൾട്ടേജ് റേറ്റിംഗിന്റെ 2 times റേറ്റിംഗ് ഉള്ള വോൾട്ട് മീറ്റർ വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ രണ്ട് വൈൻഡിങ്ങും ട്രാൻസ്ഫോമറിന്റെ രണ്ട് സെക്കൻഡറി വൈൻഡിങ് നമ്മൾ സീരീസ് ഒപ്പോസിഷനിൽ കണക്ട് ചെയ്തു. അത് ചെക്ക് ചെയ്യാൻ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഇനി സീരീസ് ഒപ്പോസിഷനിലാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മളൊരു വോൾട്ടേജ് കൊടുക്കും അല്ലേ. വോൾട്ടേജ് കൊടുക്കുമ്പം രണ്ട് സൈഡിലും ഉണ്ടാകുന്ന വോൾട്ടേജ്, അതല്ലെങ്കിൽ ഈ വോൾട്ട് മീറ്റർ കാണിക്കുന്ന 0 റീഡിംഗ് ആണെങ്കിൽ എന്താണ്? രണ്ട് വൈൻഡിങ്ങിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് വൈൻഡിങ്സും സീരീസ് ഒപ്പോസിഷനിലാണ് കണക്ട് ചെയ്തതെന്ന് പറയാം ഇഫ് ദിസ് വോൾട്ട് മീറ്റർ റീഡിംഗ് ഈസ് 0. ഇനി ഈ വോൾട്ട് മീറ്റർ റീഡിംഗ് ഒരെണ്ണത്തിന്റെ വോൾട്ടേജ് റേറ്റിംഗിന്റെ 2 times ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ടും എയ്ഡിങ് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്യുന്നത്, സീരീസ് ഒപ്പോസിഷൻ അല്ല, സീരീസ് എയ്ഡിംഗ് ആണ് വരുന്നത്. സോ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമറിന്റെ രണ്ട് ടെർമിനൽസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കണക്ട് ചെയ്യാം. അന്നേരം എന്ത് സംഭവിക്കും? അത് എയ്ഡിംഗിൽ നിന്ന് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലോട്ട് പൊക്കോളും. സോ അങ്ങനെ നമ്മൾ ഇത് സീരീസ് ഒപ്പോസിഷനിലാണോ എന്ന് കണക്ട് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. അതിന്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിനെ നമ്മൾ സീരീസ് ഒപ്പോസിഷനിൽ നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം സോ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രൈമറി സൈഡിന്റെ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് വേണം ഈ V2ന്റെ സീരീസ് ഒപ്പോസിഷനിലാണോ കണക്ട് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറിയുടെ കറണ്ടും അതുപോലെ തന്നെ സെക്കൻഡറി സൈഡിലെ പവറും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അമ്മീറ്ററും ഒരു വാട്ട് മീറ്ററും നമ്മൾ സെക്കൻഡറി സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഇത് നമ്മൾ എങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലേറ്റിംഗ് സപ്ലൈയിൽ നിന്ന് നമ്മൾ എന്ത് സംഭവിക്കും? നമ്മുടെ റേറ്റഡ് വോൾട്ടേജ്, നമ്മുടെ പ്രൈമറിയുടെ റേറ്റഡ് വോൾട്ടേജ്, രണ്ടും ഈക്വൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്, ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. സോ അതിൻ്റെ പ്രൈമറിയുടെ റേറ്റഡ് വോൾട്ടേജ് ഞാനിവിടെ വേരി ചെയ്ത് എൻ്റെ സപ്ലൈ വേരി ചെയ്ത് റേറ്റഡ് വോൾട്ടേജ് ഈ വോൾട്ട് മീറ്ററിലാക്കും. റേറ്റഡ് വോൾട്ടേജ് ആക്കി കഴിയുമ്പം റേറ്റഡ് കറണ്ട് ആയിരിക്കും നമ്മുടെ ഈ മെഷീനിയുടെ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡറി സീരീസ് ഒപ്പോസിഷനിലാണ്. സീരീസ് ഒപ്പോസിഷനിലാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വരുന്ന നെറ്റ് എഫക്റ്റ് വോൾട്ടേജിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ I2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ആണല്ലോ. I2ന്റെ വാല്യൂ 0 ആണ്. I2ന്റെ വാല്യൂ 0 ആകുമ്പം നമ്മുടെ സെക്കൻഡറി എന്താണ്? രണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഓപ്പൺ ആണല്ലേ. സോ ഓപ്പൺ ആയതുകൊണ്ട് നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന്റെ എഫക്റ്റ് ആണ് നമ്മുടെ കിട്ടുന്നത്. സോ പ്രൈമറിയിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട്, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നോ ലോഡ് കറണ്ട് ആയിരിക്കും. അതായത് നമ്മുടെ രണ്ട് ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന കോർ ലോസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു കറണ്ട് മാത്രമാണ് നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് ഇൻപുട്ട് സൈഡിൽ നിന്ന് ഡ്രോ ചെയ്യുന്നുള്ളൂ. അതിനോട്ടെന്ന് പറയുന്ന ഒരു കറണ്ട് മാത്രമേ ഡ്രോ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് നമ്മുടെ സെക്കൻഡറി സീരീസ് ഒപ്പോസിഷനിലാണ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് I2ന്റെ വാല്യൂ 0 ആണ്.
സോ ട്രാൻസ്ഫോമറുടെ സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ട് പോലെ ബിഹേവ് ചെയ്യും. സോ ഇൻപുട്ടിൽ നിന്ന് നമ്മുടെ നോ ലോഡ് ലോസസിന് മീറ്റ് ചെയ്യാനുള്ള കറണ്ട് മാത്രമേ ഡ്രോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ വാട്ട് മീറ്റർ റീഡിംഗ് W1 എന്ത് തരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. W1 ഗീവ്സ് ദ ടോട്ടൽ കോർ ലോസ് ഓഫ് ദ മെഷീൻ. അതായത് രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും T1ൻ്റെയും T2ൻ്റെയും ടോട്ടൽ കോർ ലോസ് ആയിരിക്കും നമ്മുടെ ഈ വാട്ട് മീറ്റർ W1 തരുന്നത്. അതായത് W1 ഗീവ്സ് ദ 2 into അയൺ ലോസ്. അതായത് രണ്ട് ട്രാൻസ്ഫോമർ ഉള്ളതുകൊണ്ട് രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും അയൺ ലോസിൻ്റെ സം ആയിരിക്കും നമുക്ക് വാട്ട് മീറ്റർ റീഡിങ്ങിന് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ അയൺ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? W1 divided by 2. അതായത് ടോട്ടൽ പവറിൻ്റെ ബൈ 2 ആയിരിക്കും ഒരു ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസ്. സോ അങ്ങനെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസ് നമുക്ക് കിട്ടി. ഇനി കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്തു. സ്വിച്ച് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ എനിക്കൊരു റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ വേരി ചെയ്തിട്ട് ഞാൻ എൻ്റെ സെക്കൻഡറിയുടെ റേറ്റഡ് കറണ്ട് ഞാൻ എൻ്റെ സെക്കൻഡറി സൈഡിൽ കൂടെ പാസ് ചെയ്യിച്ചു. അത് റേറ്റഡ് കറണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അമ്മീറ്റർ വെച്ചിട്ടുണ്ട് അല്ലേ. സോ അമ്മീറ്ററിലെ റീഡിംഗ് നോക്കിയിട്ട് റേറ്റഡ് കറണ്ട് ആണ് സെക്കൻഡറി കൂടെ പാസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. സോ ഈ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ വേരി ചെയ്ത് സെക്കൻഡറി സൈഡിൽ നമ്മുടെ സെക്കൻഡറി സൈഡിൻ്റെ റേറ്റഡ് കറണ്ട് പാസ് ചെയ്യിക്കുക. സെക്കൻഡറി സൈഡിൽ റേറ്റഡ് കറണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ പ്രൈമറി സൈഡിലും പ്രൈമറിയുടെ റേറ്റഡ് കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ നമ്മുടെ ട്രാൻസ്ഫോമർ എന്താണ്? ഒരു ഫുൾ ലോഡ് കണ്ടീഷനിലുള്ള പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. സോ ആ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ടോട്ടൽ ഇൻപുട്ട് പവർ അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിൽ നിന്ന് വലിക്കുന്ന ടോട്ടൽ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ രണ്ട് മെഷീൻ്റെയും കോപ്പർ ലോസിനെ മീറ്റ് ചെയ്യാനുള്ള പവർ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് സൈഡിൽ നിന്ന് വലിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? W2 is equal to 2 into കോപ്പർ ലോസ്. രണ്ട് ട്രാൻസ്ഫോമറിലെയും ടോട്ടൽ കോപ്പർ ലോസ് ആയിരിക്കും W2 തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫോമറിന്റെ കോപ്പർ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? W2 divided by 2 ചെയ്യുമ്പം ഒരു ട്രാൻസ്ഫോമറിന്റെ കോപ്പർ ലോസ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കൂടാതെ നമ്മൾ ടെമ്പറേച്ചർ റൈസ്, ഞാൻ പറഞ്ഞു ഈ സംനേഴ്സ് ടെസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ടെമ്പറേച്ചർ റൈസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഈ ഫുൾ ലോഡ് കണ്ടീഷനിൽ നമ്മൾ ട്രാൻസ്ഫോമറിന് ഒരു 30 to 40 hours കണ്ടിന്യൂസ് വർക്ക് ചെയ്യിക്കും. കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് ഓരോ 1 hour ഇൻ്റർവെൽസിൽ നമ്മൾ ആ ഓയിലിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ റൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിമിറ്റ്സ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ സംനേഴ്സ് ടെസ്റ്റ് വഴി നമുക്ക് അങ്ങനെ കോർ ലോസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കോപ്പർ ലോസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ റൈസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അയൺ ലോസും കോപ്പർ ലോസും നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ I0ൻ്റെ വാല്യൂ അറിയാം, VSCയുടെ വാല്യൂം ISCയുടെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ OC ആൻഡ് SC ടെസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് അതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞിരുന്നു. എങ്ങനെ നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് നോ ലോഡ് പാരാമീറ്റേഴ്സ് R0, X0 അതുപോലെ തന്നെ R02, X02ൻ്റെ വാല്യൂ നമുക്ക്, അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെയും ഈക്വലന്റ് റിയാക്ടൻസിൻ്റെയും അവിടെ നമ്മൾ R ഈക്വലന്റ് X ഈക്വലന്റ് എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. സോ അതിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആ കാൽക്കുലേഷൻ സ്റ്റെപ്സ് OC ടെസ്റ്റിലും SC ടെസ്റ്റിലും പറഞ്ഞു. സോ സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമ്മുടെ ഇവിടെയും വരുന്നത്. സോ അന്ന് നമ്മൾ അവിടെ കണ്ട ഡേറ്റാസ് അല്ലെങ്കിൽ ആ ഫോർമുലാസ് നിങ്ങൾ ഇത് കഴിഞ്ഞ ശേഷം എങ്ങനെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഇത് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുക. സോ അതാണ് നമ്മുടെ സംനേഴ്സ് ടെസ്റ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ സംനേഴ്സ് ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് സംനേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് എഴുതുക, എന്തൊക്കെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, പിന്നെ അതിൻ്റെ പ്രൊസീജിയർ, അതായത് എങ്ങനെ നമുക്ക് അയൺ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം, അയൺ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എഴുതുക, അതുപോലെ തന്നെ കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എഴുതുക. അതിനുശേഷം നമുക്കറിയാം ടെമ്പറേച്ചർ റൈസ് കണ്ടുപിടിക്കാൻ ഒരു 30 to 40 hours കണ്ടിന്യൂസ്ലി നമ്മൾ അതിനെ വർക്ക് ചെയ്തിട്ട് ഓരോ 1 hour ഇൻ്റർവെല്ലിൽ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ റൈസ് മോണിറ്റർ ചെയ്തിട്ട് അത് വിതിൻ്റെ ലിമിറ്റ്സ്, അതിൻ്റെ സ്പെസിഫിക് ലിമിറ്റ്സിലാണോ എന്ന് ചെക്ക് ചെയ്യുക. സോ അത്രയാണ് സംനേഴ്സ് ടെസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ആ ക്വസ്റ്റ്യൻ്റെ തന്നെ ബി പാർട്ടിൽ വരുന്ന ഒരു പ്രോബ്ലമാണിത്. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി വോൾട്ടേജ് അറ്റ് സെക്കൻഡറി ടെർമിനൽസ് ആൻഡ് പ്രൈമറി ഇൻപുട്ട് കറണ്ട് വെൻ സപ്ലൈയിങ് ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ ഫുൾ ലോഡ് കണ്ടീഷനിലാണ് അല്ലേ, ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഫ്ലോ ചെയ്യുന്നത്. അറ്റ് പവർ ഫാക്ടേഴ്സ്, രണ്ട് പവർ ഫാക്ടറിലെ നമ്മുടെ വോൾട്ടേജ് സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജും അതുപോലെ തന്നെ എഫിഷ്യൻസിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഒരെണ്ണം എന്ന് വെച്ചാൽ യൂണിറ്റി പവർ ഫാക്ടറിലാണ്, അടുത്തത് 0.8 പവർ ഫാക്ടർ ലാഗ്. ഈ രണ്ട് കണ്ടീഷനിലും നമ്മുടെ എഫിഷ്യൻസിയും ടെർമിനൽ വോൾട്ടേജും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 4 kVA, അതുപോലെ തന്നെ വോൾട്ടേജ് റേറ്റിംഗും തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 200 bar 400 volt സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതിനുശേഷം നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വോൾമീറ്റർ, അമ്മീറ്റർ, അതുപോലെ തന്നെ വാട്ട് മീറ്റർ റീഡിങ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ OC ടെസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ടോട്ടൽ അയൺ ലോസ് ഇൻ ദ മെഷീൻ കിട്ടും. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നിന്ന് ഇവിടെ തന്നിരിക്കുന്ന 60 watt എന്ന് പറയുന്ന നമ്മുടെ മെഷീൻ്റെ ടോട്ടൽ കോപ്പർ ലോസ് ആയിരിക്കും. സോ ഇത് വെച്ചിട്ട് രണ്ട് കണ്ടീഷനിലും യൂണിറ്റി പവർ ഫാക്ടറിലും 0.8 പവർ ഫാക്ടർ ലാഗിലും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് നിങ്ങൾ എഴുതുക. PI തന്നിട്ടുണ്ട് 70 watt, കോപ്പർ ലോസ് തന്നിട്ടുണ്ട് 60 watt, ദെൻ
നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 200 വോൾട്ട് ആണ്. സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. ദെൻ റേറ്റിംഗ് നമുക്ക് തന്നിട്ടുണ്ട് 4 kVA നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് എഫിഷ്യൻസി എഴുതാം. സോ എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസിയുടെ ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ പറഞ്ഞു എങ്ങനെയാണ്? എക്സ് ഇൻറ്റു KVA ഇൻറ്റു കോസ് 5 ഡിവൈഡഡ് ബൈ, അതായത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ് അല്ലേ. സോ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. സോ എക്സ് ഇൻറ്റു KVA ഇൻറ്റു കോസ് 5 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു PC പ്ലസ് PI. ഇതാണ് നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് എന്താണ്? നമ്മുടെ ട്രാൻസ്ഫോമറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫുൾ ലോഡ് കണ്ടീഷനിലാണ്. ഫുൾ ലോഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 1 ആവും. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു KVA ഇൻറ്റു കോസ് 5 ഡിവൈഡഡ് ബൈ KVA ഇൻറ്റു കോസ് 5 പ്ലസ് PI പ്ലസ് PC. ഇതായിരിക്കും നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ. ഇത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ കോസ് 5യുടെ വാല്യൂ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന UPF-ലാണ്. UPF-ലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? കോസ് 5യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കോസ് 5യുടെ വാല്യൂ 1 ആയാൽ സൈൻ 5യുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. KV എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ 4 kV ആണ്. അപ്പോൾ ഇൻറ്റു 10⁻³ നമ്മൾ ഇടണം. 4 ഇൻറ്റു 10⁻³ ഇൻറ്റു കോസ് 5ൻ്റെ വാല്യൂ 1 ആണ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻³ ഇൻറ്റു പവർ ഫാക്ടർ കോസ് 5യുടെ വാല്യൂ 1 ആണ് പ്ലസ് PI. സോ നമുക്ക് OC ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് PI, അതായത് അയൺ ലോസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് 70 വാട്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 70 പ്ലസ് ഇനി ഫുൾ ലോഡ് കോപ്പർ ലോസ് നമുക്ക് തന്നിട്ടുണ്ട് 60 വാട്ട് അല്ലേ. സോ പി കോപ്പറിന് 60 എഴുതുക. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി എത്ര കിട്ടും? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഫിഷ്യൻസി 96.8% എന്ന് കിട്ടും ഇതിൻ്റെ എഫിഷ്യൻസി. അതായത് UPF കണ്ടീഷനിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഫുൾ ലോഡ് കണ്ടീഷനിൽ UPF നമ്മുടെ പവർ ഫാക്ടർ UPF ആകുമ്പം നമ്മുടെ തന്നിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പറഞ്ഞേക്കുന്നത് ടെർമിനൽ വോൾട്ടേജ് ആണ്. ടെർമിനൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എനിക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നോ ലോഡ് വോൾട്ടേജിൽ നിന്ന് ടെർമിനൽ വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? I2ൻ്റെ വാല്യൂ വേണം, R02ൻ്റെ വാല്യൂ വേണം, X02ൻ്റെ വാല്യൂ വേണം. സോ ഈ വാല്യൂസ് ഉണ്ടെങ്കിലാണ് എനിക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ I2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ്? നമുക്ക് KVA റേറ്റിംഗ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും വോൾട്ടേജ് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് I1ഉം I2ഉം കാൽക്കുലേറ്റ് ചെയ്യാം. സോ V1 I1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ KVA ആണല്ലേ. ദാറ്റ് ഈസ് 4 ഇൻറ്റു 10³ ആണ്. സോ V1 എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? V1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. സോ 200 ഇൻറ്റു I1 ഈസ് ഈക്വൽ ടു 4000 എന്ന് കിട്ടും അല്ലേ. സോ ഇതിന് നമുക്ക് എന്താ? I1ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ I1 ഈസ് ഈക്വൽ ടു 4000 ഡിവൈഡഡ് ബൈ 200. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 ആംപിയർ എന്ന് വരും. ഇതൊരു വെട്ടിപ്പോകും അല്ലേ. സോ 20 ആംപിയർ എന്ന് വരും നമ്മുടെ I1ൻ്റെ വാല്യൂ. സിമിലർലി നിങ്ങൾ I2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി നമുക്കറിയാം V2 I2 ഈസ് ഈക്വൽ ടു അഗെയിൻ KVA, ദാറ്റ് ഈസ് 4 ഇൻറ്റു 10³ V2ൻ്റെ വാല്യൂ എത്രയാണ്? 400 ആണ് അല്ലേ. സോ 400 ഇൻറ്റു I2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10³. സോ ഇതിന് I2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. I2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10³ ഡിവൈഡഡ് ബൈ 400. സോ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 ആംപിയർ എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് I1ൻ്റെ വാല്യൂ ആയി, I2ൻ്റെ വാല്യൂ ആയി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? R02ൻ്റെ വാല്യൂവും വേണം, അതുപോലെ തന്നെ X02ൻ്റെ വാല്യൂവും വേണം. അത് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിലെ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ R02ൻ്റെ വാല്യൂം X02ൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഷോർട്ട് സർക്യൂട്ട്, അതായത് ഫുൾ ലോഡ് കോപ്പർ ലോസ് നമുക്ക് തന്നിട്ടുണ്ട് 60 വാട്ട് എന്ന്. അതായത് I22 ഇൻറ്റു R02 ആണ് നമുക്ക് തന്നേക്കുന്നത്. I22 ഇൻറ്റു R02ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 60 വാട്ട് എന്ന് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എങ്ങനെ R02 കാൽക്കുലേറ്റ് ചെയ്യാം? R02 ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ I22. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ I2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? I2 ഈസ് 10². 10² എന്ന് പറയുമ്പോൾ എത്ര വരും? 100 എന്ന് വരും അല്ലേ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.6 ഓം എന്നാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ വാല്യൂ R02ൻ്റെ വാല്യൂ. ഇനി X02ൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? VSC ഡിവൈഡഡ് ബൈ ISC. സോ VSC ISC നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അല്ലേ. VSC ISC 20 വോൾട്ടും അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് ഫുൾ ലോഡ് കറണ്ടായി 10 ആംപിയറുമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ
സോ എങ്ങനെ എഴുതാൻ നമുക്ക് 20 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ohms എന്ന് കിട്ടും. നമുക്ക് X02 അല്ല സോറി Z02 ടോട്ടൽ ഈക്വലന്റ് ഇമ്പിഡൻസ് ആണ് നമുക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ Z02ന്റെ വാല്യൂ. ഇനി നമ്മൾ ഈ R02ന്റെ വാല്യൂ Z02ന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? X02ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. X02 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് Z02 സ്ക്വയർ മൈനസ് R02 സ്ക്വയർ. അതായത് എങ്ങനെ വരും? സ്ക്വയർ റൂട്ട് ഓഫ് Z02ന്റെ വാല്യൂ 2 ആണ് അല്ലേ? 2 സ്ക്വയർ മൈനസ് 0.6ന്റെ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.908 ohms എന്ന് കിട്ടും. നമ്മുടെ ഏതിൻ്റെ വാല്യൂ? നിങ്ങളുടെ X02ന്റെ വാല്യൂ. സോ R02ന്റെ വാല്യൂ 0.6 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. X02ന്റെ അതുപോലെ തന്നെ X02ന്റെ വാല്യൂ 1.908 നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ I2ന്റെ വാല്യൂ 10 ആംപിയർ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? I2ന്റെ വാല്യൂ എത്രയായിരുന്നു? I2ന്റെ വാല്യൂ 10 ആംപിയർ ആണ്. സോ I2 ഇൻറ്റു R02ന്റെ വാല്യൂ 0.6 then cos 5 യൂണിറ്റി പവർ ഫാക്ടറിലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പ്ലസ് ഓർ മൈനസ്. ഇവിടെ പ്ലസ് സൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലാഗിങ് ലോഡ് ആണെങ്കിൽ മൈനസ് സൈൻ യൂസ് ചെയ്യുന്ന ലീഡിങ് ലോഡ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ UPF ലോഡാണ്. UPF ലോഡിൽ നമ്മുടെ ഈ ഒരു ടേം ഉണ്ടാവില്ല. കാരണം സൈൻ ഫൈയുടെ വാല്യൂ 0 ആയി പോകും അല്ലേ? ഇത് കോസ് ഫൈയുടെ വാല്യൂ 1 ആണെങ്കിൽ സൈൻ ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും. സോ ഒരു ടേം മാത്രമേ നമുക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 ഇൻറ്റു 0.6 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 6 വോൾട്ട് എന്ന് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. സോ വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇനി നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ ടെർമിനൽ വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 6 വോൾട്ട് എന്ന് കിട്ടി അല്ലേ? സോ വോൾട്ടേജ് ഡ്രോപ്പ് 6 വോൾട്ട് എന്ന് കിട്ടിയാൽ നമുക്ക് എങ്ങനെ ടെർമിനൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം? നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഡ്രോപ്പ്. സോ നമ്മുടെ സെക്കൻഡറിയുടെ നോ ലോഡ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 ആണ് അല്ലേ? സോ 400 മൈനസ് 6 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 394 വോൾട്ട് എന്ന് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ UPF കണ്ടീഷനിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത്, സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? X ഇൻറ്റു KVA ഇൻറ്റു cos 5 ബൈ X ഇൻറ്റു KVA ഇൻറ്റു cos 5 പ്ലസ് X സ്ക്വയർ ഇൻറ്റു PC പ്ലസ് PA. അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതിൽ ഫുൾ ലോഡ് കണ്ടീഷൻ ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 1 ആയി. സോ നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടെർമിനൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് R02യും X02യും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മുടെ SC ടെസ്റ്റിലെ ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ R02ൻ്റെയും X02ൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുക. അപ്പം സെക്കൻഡറിയുടെ നോ ലോഡ് വോൾട്ടേജ് നമുക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജ് അറിയാമെങ്കിൽ അതിൽ നിന്ന് വോൾട്ടേജ് ഡ്രോപ്പ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ടെർമിനൽ വോൾട്ടേജ് കിട്ടും. സോ അങ്ങനെ 394 വോൾട്ടിന് നിങ്ങൾക്ക് ടെർമിനൽ വോൾട്ടേജ് കിട്ടി. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ, അതായത് ഇപ്പോൾ UPF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് 0.8 പവർ ഫാക്ടർ ലാഗിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. സോ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് എഫിഷ്യൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതാം. അതായത് ഈ കണ്ടീഷനിൽ നമുക്ക് ഏതാണ്? ഫുൾ ലോഡിലാണ് ചോദിച്ചേക്കുന്നത്. ഫുൾ ലോഡിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. സോ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ എഴുതിയാൽ മതി. KVA ഇൻറ്റു cos 5 ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ദാറ്റ് ഈസ് KVA cos 5 പ്ലസ് PI പ്ലസ് PCOP. അതാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. നമുക്ക് KVA എത്രയാണെന്ന് തന്നിട്ടുണ്ട്? KVA 4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? 4 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു cos 5യുടെ വാല്യൂ 0.8 ആണ്. KVA cos 5 ഡിവൈഡഡ് ബൈ KVA cos 5 ഇൻറ്റു cos 5 പ്ലസ് PI. PIയുടെ വാല്യൂ എത്രയാണ്? 70. കോർ ലോസ് 70 എന്ന് തന്നിട്ടുണ്ട്. കോപ്പർ ലോസ് 60 എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? എഫിഷ്യൻസി അറ്റ് 0.8 പവർ ഫാക്ടർ ലാഗ് നിങ്ങൾ കിട്ടും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 96.09% എന്ന് കിട്ടും. ഏത്? നമ്മുടെ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടി. ഇനി അടുത്തത് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടെർമിനൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ? I2 R02 cos 5 പ്ലസ് ഓ മൈനസ് I2 X02 sin 5. ഇവിടെ പ്ലസ് സൈൻ നമ്മൾ ലാഗിങ് ലോഡിനും മൈനസ് സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലീഡിങ് ലോഡിനുമാണ്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലാഗിങ് ലോഡാണ് അല്ലേ? സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? പ്ലസ് സൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, മൈനസ് അല്ല. സോ I2ൻ്റെ വാല്യൂ നമ്മൾ പ്രീവിയസ്ലി കണ്ടുപിടിച്ചായിരുന്നു. പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ I2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു. അത് എത്രയായിരുന്നു? 10 ആംപിയർ നമുക്ക് കിട്ടി അല്ലേ? സോ 10 ഇൻറ്റു R02ൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 0.6 ഇൻറ്റു cos 5 ഈസ് 0.8. cos 5 0.8 ആണെങ്കിൽ നമുക്ക് sin 5 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? sin 5 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 0.8ൻ്റെ സ്ക്വയർ അല്ലേ? സോ നമുക്ക് 0.6 എന്ന് കിട്ടും. സോ പ്ലസ്
I2 again 10, x02ൻ്റെ വാല്യൂ എത്രയായിരുന്നു 1.908 ഇൻറ്റു കോസ് ഫൈ ഇസ് 0.6. സോ ഇത് ചെയ്ത് നിങ്ങൾ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16.2 വോൾട്ട് എന്ന് വരും വോൾട്ടേജ് ഡ്രോപ്പ്. അതായത് 0.8 പവർ ഫാക്ടർ ലാഗ് കണ്ടീഷനിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് 16.2 വോൾട്ട് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെ ടെർമിനൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം? ആ നോ ലോഡ് വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഡ്രോപ്പ് സബ്ട്രാക്ട് ചെയ്യാം. സോ 400 ആണ് നമ്മുടെ നോ ലോഡ് വോൾട്ടേജ് അല്ലേ. 400ൽ നിന്ന് നമ്മുടെ 16.2 വോൾട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 383.75 വോൾട്ട് എന്ന് നമുക്ക് സെക്കൻഡറിയുടെ ടെർമിനൽ വോൾട്ടേജ് കിട്ടും. ഇനി പ്രൈമറി കറണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രൈമറി കറണ്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ. പ്രൈമറി കറണ്ട് I1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 20 ആംപിയർ. അതുകൊണ്ട് I2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് 10 ആംപിയർ. സോ ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് UPF-ലെയും 0.8 പവർ ഫാക്ടർ ലാഗിലെയും എഫിഷ്യൻസി, ടെർമിനൽ വോൾട്ടേജും കറണ്ടുമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഇക്വേഷൻസ് വെച്ചിട്ട്, അതായത് എഫിഷ്യൻസി ഇക്വേഷൻ വെച്ചിട്ട് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക, വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ടെർമിനൽ വോൾട്ടേജിൽ എത്തിച്ചേരും. സോ ഇത്രയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് പാർട്ട് ബിയിലെ മൊഡ്യൂൾ 4 നിന്ന് വന്നേക്കുന്ന അതായത് നമുക്കറിയാം പാർട്ട് ബിയിലെ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഓർ ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫേസർ ഡയഗ്രാം ഓഫ് എ ട്രാൻസ്ഫോമർ ഓൺ ഫസ്റ്റ് ഇൻഡക്റ്റീവ് ലോഡ്, സെക്കൻഡ് വൺ റെസിസ്റ്റീവ് ലോഡ്. ഈ 2 ലോഡിലും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് ഫേസർ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ബി ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് നമുക്ക് എ ഓപ്ഷൻ നോക്കാം. സോ എ ഓപ്ഷനിൽ നമുക്ക് ഫേസർ ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റീവ് ലോഡിലും ഇൻഡക്റ്റീവ് ലോഡിലും ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഫേസർ ഡയഗ്രാം, ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ ഫേസർ ഡയഗ്രാം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ജസ്റ്റ് ഒന്ന് വർക്കിംഗ് എന്താണെന്ന് നോക്കാം. സോ നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്താണ്, 2 വൈൻഡിങ് ഉണ്ടാവും. ഒരു പ്രൈമറി വൈൻഡിങ് കാണും, ഒരു സെക്കൻഡറി വൈൻഡിങ് കാണും. ഈ പ്രൈമറി വൈൻഡിങ്ങിലോട്ട് ഞാനൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുന്നു. ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെ ഒരു കറണ്ട്, ഇവിടെ എൻ്റെ സെക്കൻഡറി ഞാൻ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. എൻ്റെ സെക്കൻഡറി എന്ന് പറയുന്ന ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സോ എന്ത് സംഭവിക്കും? ഞാനൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു നോ ലോഡ് കണ്ടീഷനിലായതുകൊണ്ട് നമ്മുടെ പ്രൈമറിക്കിടെ ഒരു നോ ലോഡ് കറണ്ട് പാസ് ചെയ്യും. ഞാനിവിടെ പറയുന്നത് നോ ലോഡ് കണ്ടീഷനിലാണ്, ട്രാൻസ്ഫോമറിലോട്ട് ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. സോ ആ കണ്ടീഷനിൽ പ്രൈമറിയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നോ ലോഡ് കറണ്ട് ആണ്. അതിന് ഞാൻ I0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഈ നോ ലോഡ് കറണ്ടിന് 2 ഫംഗ്ഷൻ ആണുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു I0ന് 2 കമ്പോണന്റ് ഉണ്ട്, ഒരു മാഗ്നറ്റൈസിങ് കമ്പോണന്റും ഒരു വർക്കിംഗ് കമ്പോണന്റും. മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ആണ് നമ്മുടെ മെഷീനിൽ ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. ട്രാൻസ്ഫോമർ ആണെങ്കിൽ ട്രാൻസ്ഫോമറിൽ ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് മാഗ്നറ്റൈസിങ് കമ്പോണന്റ്. വർക്കിംഗ് കമ്പോണന്റ് എന്ന് പറയുന്ന നമ്മുടെ ട്രാൻസ്ഫോമറിലെ കോറിൽ ഉണ്ടാകുന്ന ലോസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സപ്ലൈന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് വർക്കിംഗ് കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ I0 നമ്മൾ വരയ്ക്കുമ്പം ഈ I0 എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ ഒരു 5 ലാഗ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ 5 ലാഗ് ചെയ്ത് ഞാൻ I0 വരച്ചു. I0ന് 2 കമ്പോണന്റ് ഉണ്ടാവും, IM IW. ഇതിൽ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് നമ്മൾ വോൾട്ടേജിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്ലൈഡ് വോൾട്ടേജിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും മാഗ്നറ്റൈസിങ് കമ്പോണന്റ് വന്നെ. വർക്കിംഗ് കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജിന് ഇൻ ഫേസ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ I0 അറ്റ് ആൻ ആംഗിൾ 5 വരച്ചു, IM-ഉം IW-യും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ I0 ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കോറിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, സെക്കൻഡറി വൈൻഡിങ്ങിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. സോ എന്ത് സംഭവിക്കും? അതൊരു വേരിയിങ് ഫ്ലക്സ് ആയതുകൊണ്ട് നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും അല്ലേ. അതിനെയാണ് ഞാൻ E1 E2 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ E1 E2 അക്കോർഡിംഗ് ടു ലെൻസ് സിസ്റ്റം എന്തായിരിക്കും? ദാറ്റ് വുഡ് ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ദിസ് ചേഞ്ച്. അല്ലെങ്കിൽ ഈ E2 ഉണ്ടാക്കുന്ന കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്താണ് E1 E2 ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും E1-ഉം E2-ഉം നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ E1 E2 എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുക. അതിൽ E1-നെ E2-നെ വാല്യൂ സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ ഇതിന്റെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ E1-ഉം E2-ഉം അതിനെ ലാഗ് ചെയ്ത് ഞാൻ വരച്ചു. സോ ഇതാണ് നമ്മളൊരു നോ ലോഡ് കണ്ടീഷനിൽ നമ്മുടെ ട്രാൻസ്ഫോമറും അതിന്റെ ഫേസർ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇത് നമ്മൾ എന്താണ് മാഗ്നറ്റൈസിങ് കമ്പോണന്റ്, എന്താണ് വർക്കിംഗ് കമ്പോണന്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി ഞാൻ എൻ്റെ ട്രാൻസ്ഫോമറിലോട്ട് എന്താണ് ഇപ്പം നമ്മൾ കണ്ടത് നോ ലോഡ് കണ്ടീഷനാണ്. ഇനി ഞാൻ ഐ എം ഗോയിങ് ടു അപ്ലൈ ലോഡ് ടു ദ ട്രാൻസ്ഫോമർ. ഞാൻ ട്രാൻസ്ഫോമറിലോട്ട് ലോഡ് അപ്ലൈ ചെയ്യാണ്. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോ ഇനീഷ്യലി എൻ്റെ ട്രാൻസ്ഫോമറിയുടെ എന്താണ് I0 എന്ന് പറയുന്ന ഒരു നോ ലോഡ് കണ്ടീഷനിൽ I0 എന്ന് പറയുന്ന ഒരു കറണ്ട് മാത്രമേ പ്രൈമറിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ആ I0 എന്ന് പറയുന്ന കറണ്ടാണ് നമ്മുടെ ട്രാൻസ്ഫോമർ കോറിൽ ലോസസിന് മീറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഫ്ലക്സ് അവിടെ ഉണ്ടാക്കുന്നത്. അതായത് N1 I0. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പ്രൈമറി ടേൺസ് N1 ആണ്, നോ ലോഡ് കറണ്ട് I0 ആണെങ്കിൽ N1 × I0 എന്ന് പറയുന്ന MMF ഉണ്ടാക്കും. ആ MMF കൊണ്ട് നമ്മുടെ
കോറിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് നമ്മുടെ പ്രൈമറിയിലും സെക്കൻഡറിയിലും ലിങ്ക് ചെയ്ത് അതിനകത്തൊരു ഇൻഡ്യൂസ്ഡ് EMF E1 E2 ഉണ്ടാക്കും. സോ ഇനി ഞാൻ സെക്കൻഡറി ലോഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? എ സെക്കൻഡറി കറണ്ട് I2 ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി. അതായത് I2 എന്ന് പറയുന്നത് സെക്കൻഡറി കറണ്ട് നമ്മുടെ ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ I2 ഫ്ലോ ചെയ്യുമ്പം N2 I2 എന്ന് പറയുന്ന ഒരു സെക്കൻഡറി MMF ക്രിയേറ്റ് ആവും അല്ലേ? സോ നോ ലോഡ് കണ്ടീഷനിൽ ഉണ്ടായിരുന്നാൽ I2ൻ്റെ വാല്യൂ 0 ആയിരുന്നു. സോ ലോഡ് ചെയ്യുമ്പം I2 ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് N2 I2 എന്ന് പറയുന്ന ഒരു സെക്കൻഡറി MMF നമ്മുടെ ട്രാൻസ്ഫോമർ കോറിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്നുണ്ട്. ഈ MMF എന്ത് സംഭവിക്കും? ഇതുകൊണ്ടൊരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് ഇതിൻ്റെ കോസിന് ഒപ്പോസ് ചെയ്യാൻ നോക്കൂ അല്ലേ? അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിലെ ഒറിജിനൽ ഫ്ലക്സിനെ വീക്കൻ ചെയ്യാനുള്ള ഡയറക്ഷനിലായിരിക്കും. വീക്കൻ ചെയ്യാനാണ് നമ്മുടെ N2 I2 എന്ന് പറയുന്ന MMF ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മെഷീനിലെ ഈ N1 I0 ഉണ്ടാക്കുന്ന MMFനെ ക്യാൻസൽ ഔട്ട് ചെയ്യാനാണ് N2 I2 എന്ന് പറയുന്ന MMF, ഈ സെക്കൻഡറി ഉണ്ടാക്കുന്ന MMF ട്രൈ ചെയ്യുക. സോ എന്ത് സംഭവിക്കണം? നമ്മുടെ മെഷീൻ ഒരു പ്രോപ്പർ കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഫ്ലക്സിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഈ ഫ്ലക്സിൻ്റെ വാല്യൂ, അപ്പോൾ ഈ ഡിക്രീസ് ഇൻ MMF മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നമ്മുടെ ഒറിജിനൽ വാല്യൂലോട്ട് MMFനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈമറിയിൽ നിന്ന് ഒരു അഡീഷണൽ കറണ്ട് വലിക്കും. അതായത് നമ്മുടെ സോഴ്സിൽ നിന്ന് ഒരു അഡീഷണൽ കറണ്ട് നമ്മുടെ പ്രൈമറി വൈൻഡിങ് വലിക്കും. ആ കറണ്ടിനെയാണ് ഞാൻ I1' എന്ന് പറയുന്നത്. ആ I1' ആണ് പ്രൈമറി കൗണ്ടർ ബാലൻസിങ് കറണ്ട്. അത് നമ്മുടെ I2 എത്രത്തോളം MMF ഉണ്ടാക്കുന്നുണ്ടോ അത്ര MMF നമ്മുടെ സർക്യൂട്ടിൽ കുറഞ്ഞു പോയി അല്ലേ? N1 I0 ഉണ്ടാക്കുന്ന MMF നിന്ന് ഈ N2 I2 കുറഞ്ഞു. അപ്പോൾ നമ്മുടെ MMF അല്ലെങ്കിൽ ഫ്ലക്സ് കുറഞ്ഞു. സോ അത്രയും ഫ്ലക്സ് കൂട്ടണം. ഫ്ലക്സ് കൂട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ പ്രൈമറിയിൽ കൂടുതൽ കറണ്ട് ഒഴുകി. സോ എന്ത് സംഭവിക്കണം? ഈ N1 × I0 + I1'. ഈ I1' അഡീഷണൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ MMF കൂടും. MMF കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ആക്ച്വൽ ഫ്ലക്സ്, നമ്മുടെ ഫ്ലക്സ് എപ്പോഴും മെഷീനിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ ഫ്ലക്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെക്കൻഡറി കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഫ്ലക്സിലുണ്ടായ ഡിക്രീസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ കറണ്ട് നമ്മുടെ സപ്ലൈയിൽ നിന്ന് പ്രൈമറി വലിക്കുന്നുണ്ട്. ആ കറണ്ടിനെയാണ് ഞാൻ I1' എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രൈമറി കൗണ്ടർ ബാലൻസിങ് കറണ്ട്. സോ അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് ദ ഫേസർ സം ഓഫ് I0 + I1'. അതായത് നോ ലോഡ് കറണ്ടിൻ്റെയും അതുപോലെ തന്നെ ഈ കൗണ്ടർ ബാലൻസിങ് കറണ്ടിൻ്റെയും സം ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ ലോഡഡ് കണ്ടീഷനിൽ നമ്മുടെ ടോട്ടൽ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത്. സോ I1' കാര്യം ഓർത്തിരിക്കുക. അത് നമ്മുടെ I2നെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് I2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അപ്പോൾ എപ്പോഴും ഏത് ഫ്ലോ ചെയ്യുന്നത്? ഈ I1' ഫ്ലോ ചെയ്യുന്നത്. സോ I1'ൻ്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് I1' ഈസ് ഈക്വൽ ടു K × I2. അതായത് I2 × K ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ കൗണ്ടർ ബാലൻസിങ് കറണ്ട് I1'ൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ ടോട്ടൽ പ്രൈമറി കറണ്ട് ഈസ് സം ഓഫ് നോ ലോഡ് കറണ്ട് പ്ലസ് ദിസ് കൗണ്ടർ ബാലൻസിങ് കറണ്ട്. അതിൻ്റെ വെക്റ്റർ സം ആയിരിക്കും നമ്മുടെ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിൽ? ലോഡഡ് കണ്ടീഷനിൽ. ഇനി നമ്മൾ I1' നമ്മൾ ഫേസ് ഡയഗ്രത്തിലോട്ട് ആക്കുമ്പം നമ്മൾ നോർമൽ ഒരു ഫേസ് ഡയഗ്രം നമ്മൾ കണ്ടു. അതായത് വോൾട്ടേജ് കൊടുത്തു, അതുകൊണ്ടൊരു I0 ഫ്ലോ ചെയ്തു അറ്റ് ആൻ ആംഗിൾ ∅0. അതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു, മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വർക്കിംഗ് കമ്പോണൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഫ്ലക്സ് ഉണ്ടാക്കും. ഈ ഫ്ലക്സിന് 90 ഡിഗ്രി അല്ലെങ്കിൽ V1-ന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഏത് വരുന്നത്? നമ്മുടെ E1 E2 വരുന്നത്. ഇനി നമ്മുടെ ട്രാൻസ്ഫോമറിന് റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്ടൻസും ഒന്നും ഇല്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണെങ്കിൽ എൻ്റെ ഇൻഡ്യൂസ്ഡ് EMFും എൻ്റെ ടെർമിനൽ വോൾട്ടേജും സെയിം ആയിരിക്കും. സോ V2 = E2 ആയിരിക്കും. ഇനി ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തേക്കുന്ന ഒരു റെസിസ്റ്റീവ് ലോഡാണ്. എൻ്റെ സെക്കൻഡറിയിൽ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റീവ് ലോഡാണ്. റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും അല്ലേ? സോ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആകുമ്പോൾ V2ൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എൻ്റെ സെക്കൻഡറി കറണ്ട് I2 ഫ്ലോ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൈമറി കൗണ്ടർ ബാലൻസിങ് കറണ്ട് I1' എന്ന് പറയുന്നത് എന്താണ്? I2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് I2 ഉണ്ടാക്കുന്ന MMFനെ, അല്ലെങ്കിൽ I2 എത്രമാത്രം MMF ഉണ്ടാക്കുന്നുണ്ടോ അത്ര MMF നമ്മുടെ അഡീഷണൽ കറണ്ട് I1' ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ മെഷീനിൽ ഉണ്ടാവണമെങ്കിലാണ് ഫ്ലക്സ് മെയിൻറ്റെയിൻ ചെയ്തൊരു പ്രോപ്പർ കണ്ടീഷനിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ I1' എന്ന് പറയുന്ന I2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. സോ I2 ഈ ഡയറക്ഷനിലാണെങ്കിൽ I1' എന്തായിരിക്കണം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അതിൻ്റെ വാല്യൂ എത്രയാണ്? = K × I2 ആണ്. സോ K × I2 I1' നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വരച്ചു. ഇനി ഞാൻ പറഞ്ഞു I0 നമ്മൾ വരച്ചു. ഇനി പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്ന ഫേസർ സം ഓഫ് I0. ഞാൻ പറഞ്ഞു I0 + I1' ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? നമ്മുടെ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത്. സോ I0 നമുക്ക് കിട്ടി, I1' കിട്ടി. അതിൻ്റെ പാരലോഗ്രാം ലോ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇതായിരിക്കും നമ്മുടെ പ്രൈമറി കറണ്ട് I1ൻ്റെ വാല്യൂ. ഇതൊരു റെസിസ്റ്റീവ് ലോഡിലാണ്. ഇനി അതുപോലെ നമ്മളൊരു ഇൻഡക്റ്റീവ് ലോഡിലോട്ട് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്കറിയാം ഇൻഡക്റ്റീവ് ലോഡിൽ വോൾട്ടേജിനെ ലാഗ് ചെയ്തായിരിക്കും കറണ്ട് തന്നെ അല്ലേ? സോ ഇതാണ് നമ്മുടെ വോൾട്ടേജ് E2 എങ്കിൽ V2 = E2 ആണ്. കാരണം നമ്മൾ അവിടെ ഡ്രോപ്പ് ഒന്നുമില്ല. R2ൻ്റെ X2ൻ്റെ വാല്യൂ 0 ആയിട്ടാണ് എടുക്കുന്നത്. സോ നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFും E2ഉം ടെർമിനൽ വോൾട്ടേജും സെയിം ആയിരിക്കും. V2 = E2 ആയിരിക്കും. പിന്നെ നമ്മുടെ
ലാഗിങ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് I2 എന്ത് സംഭവിക്കും, വോൾട്ടേജിനെ 5 ഡിഗ്രി ലാഗ് ചെയ്തായിരിക്കും വരുന്നത്. സോ ഇനി നമുക്കറിയാം I1 ഡാഷ് എങ്ങനെയായിരിക്കും, ഈ I2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. സോ I2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ I1 ഡാഷ് വരച്ചു. ഇനി പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത് എന്തായിരിക്കും, I0ന്റെയും I1 ഡാഷിന്റെയും വെക്ടർ സം ആയിരിക്കും. സോ I0ഉം I1 ഡാഷിന്റെയും വെക്ടർ സം പാരലോഗ്രാം വെച്ച് കംപ്ലീറ്റ് ചെയ്ത് I1ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ഒരു ഇൻഡക്റ്റീവ് ലോഡിൽ എങ്ങനെയാണ് നമ്മൾ I1ന്റെ പ്രൈമറി കറണ്ട് I1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇനി ഇപ്പം നമ്മൾ കണ്ടതൊരു ട്രാൻസ്ഫോമറിൽ നമുക്കറിയാം അതിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിന് റെസിസ്റ്റൻസോ അതിൽ ലീക്കേജ് ഫ്ലക്സോ ഒന്നുമില്ല, അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിനും റെസിസ്റ്റൻസും ലീക്കേജ് ഫ്ലക്സോ ഒന്നുമില്ല എന്നൊരു അസംഷനിലാണ് നമ്മളിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ V2 = E2, V1 = E1 എന്നൊക്കെ അസ്യൂം ചെയ്താണ് നമ്മൾ വരച്ചത്. പക്ഷേ ഒരു ഐഡിയ നമ്മളൊരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിലോട്ട് വരുമ്പോൾ നമുക്കറിയാം പ്രൈമറി വൈൻഡിങ്ങിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് ഞാൻ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതായത് പ്രൈമറിയിൽ ഒരു ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാവും. ആ ലീക്കേജ് ഫ്ലക്സ് കൊണ്ടുണ്ടാകുന്ന ലോസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളൊരു ലീക്കേജ് റിയാക്ടൻസ് ഉണ്ട് പ്രൈമറി വൈൻഡിങ്ങിന്, ദാറ്റ് ഈസ് X1. അതുപോലെ തന്നെ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ നമുക്ക് സെക്കൻഡറി വൈൻഡിങ്ങിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് R2, സെക്കൻഡറി വൈൻഡിങ്ങിന് ഒരു ലീക്കേജ് റിയാക്ടൻസ് ഉണ്ടാവും X2. സോ നമുക്ക് ടോട്ടൽ നമ്മുടെ സെക്കൻഡറി സൈഡിലെ Z2 ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, R2 + jX2 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി ഇമ്പിഡൻസ് Z1 എന്ന് പറയുന്നത് R1 + jX1 ആയിരിക്കും. സോ ഇത്രയും ഫാക്ടേഴ്സ്. അപ്പോൾ പ്രാക്ടിക്കൽ ലോഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ R1ഉം X1ഉം R2ഉം X2ഉം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡ്രോപ്പും കൂടെയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണേ, ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ. ഇനി ഇത് നമ്മളാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രൈമറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസും അതിൻ്റെ ലീക്കേജ് റിയാക്ടൻസും R1ഉം jX1ഉം. പിന്നെ നമുക്ക് നോ ലോഡ് ബ്രാഞ്ച് ഉണ്ട് അല്ലേ, നമ്മുടെ മാഗ്നറ്റ് അത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടും അതുപോലെ തന്നെ കോർലോസിനെ മീറ്റ് ചെയ്യാൻ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് IMഉം ICയും അതിൻ്റെ സമ്മായിരിക്കും നമ്മുടെ I0 എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഷണ്ട് ബ്രാഞ്ച്. അവിടെ നമുക്ക് RC1 ഒരു കോർലോസ് റെസിസ്റ്റൻസും കാണും, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റൈസിങ് റിയാക്ടൻസ് LM1ഉം കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈമറി വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു പ്രൈമറി കറണ്ട് I1 ഫ്ലോ ചെയ്യും. ഈ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ സമ്മായിരിക്കും, I0ൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ബാലൻസിങ് കറണ്ട് I1 ഡാഷിൻ്റെയും സമ്മായിരിക്കും. ദാറ്റ് ഈസ് I1 is the sum of I0 plus I1 ഡാഷ്. ഇതിന് രണ്ടിൻ്റെയും സമ്മായിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് E1 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡറി സൈഡ് എടുക്കുക. സെക്കൻഡറി സൈഡ് എടുക്കുമ്പം നമ്മുടെ സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് E2. സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ആണ് R2, അതിൻ്റെ ലീക്കേജ് റിയാക്ടൻസ് ആണ് X2, അതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2, പിന്നെ നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് ആണ് V2. സോ ഇതാണ് നമ്മുടെ ഈക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ഈക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് നമുക്കറിയാം നമ്മുടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V1 = ഞാൻ പറഞ്ഞു ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E1 എന്ന് പറയുന്ന നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലേ. സോ V1 = നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -E1 + I1 Z1. അതായത് നമ്മുടെ ഈ വോൾട്ടേജ് V1 എന്ന് പറയുന്നത് ഇതിലുണ്ടാകുന്ന ഡ്രോപ്പും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMFന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. V1 = -E1 + I1 Z1 that is equal to -E1 + Z1. ഇനി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, R1 + jX1 എന്ന് എഴുതാൻ പറ്റും. സോ ഇതായിരിക്കും V1. അതുപോലെ തന്നെ നമുക്ക് E2 എങ്ങനെ എഴുതാൻ പറ്റും, ഈ E2 ആണ് നമ്മുടെ സെക്കൻഡറിയിലോട്ട് ലോഡിനെ സപ്ലൈ ചെയ്യുന്നത്. സോ E2 = എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് പ്ലസ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ്. സോ E2 = V2 + I2 Z2 ആണല്ലോ. സോ എങ്ങനെ എഴുതാം, V2 + ഇനി Z2ന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, R2 + jX2. സോ ഇതായിരിക്കും നമ്മുടെ E2ൻ്റെ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ. ഇനി നമുക്ക് എങ്ങനെ ഫേസ് ഡയഗ്രാം വരയ്ക്കാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ റെസിസ്റ്റീവ് ലോഡിൻ്റെ ഫേസ് ഡയഗ്രാം ആണ്. സോ ഞാൻ എൻ്റെ Y ആക്സിസിനെ ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തു. Y ആക്സിസിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് φ0, ഈ ആംഗിൾ φ0 ആണ്. അറ്റ് ആൻ ആംഗിൾ φ0 ഞാൻ എന്ത് വരച്ചു, ഈ ആംഗിൾ അറ്റ് ആൻ ആംഗിൾ φ0 ഞാൻ എൻ്റെ നോ ലോഡ് കറണ്ട് I0നെ വരച്ചു. ഫസ്റ്റ് ഡ്രോ I0 അറ്റ് ആൻ ആംഗിൾ φ0. അതിനുശേഷം ഈ I0ന് നമുക്കറിയാം രണ്ട് കമ്പോണൻ്റ് ഉണ്ട് അല്ലേ, ഒരു മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റും അതുപോലെ തന്നെ ഒരു വർക്കിംഗ് കമ്പോണൻറ്റും. ഈ മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് ആയിരിക്കും നമ്മുടെ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഫ്ലക്സിൻ്റെ ആക്സിസ്. ഇനി നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. സോ ഇതായിരിക്കും നമ്മുടെ E2 E1 നമ്മുടെ ഈ ആക്സിസിലായിരിക്കും വരുന്നത്. ഇനി നമ്മളോട് റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, V2ഉം അതായത് സെക്കൻഡറി വോൾട്ടേജും സെക്കൻഡറി കറണ്ട് I2ഉം ഇൻ ഫേസ് ആയിരിക്കും. സോ V2 ഞാൻ വരയ്ക്കുവാണെങ്കിൽ V2ൻ്റെ ഇൻ ഫേസ് ആയിരിക്കും ഏതും വരണത്, അതായത് ഇതിൻ്റെ ഇതേ ഫേസിൽ തന്നെയായിരിക്കും നമ്മുടെ ഏത് വരുന്നത്, കറണ്ടും വരുന്നത്. V2ഉം I2ഉം ഇൻ ഫേസ് ആയിരിക്കും
റെസിസ്റ്റീവ് ലോഡിൻ്റെ കേസിൽ. അപ്പോൾ V2 I2 ഇൻ ഫേസ് വരച്ചു. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് E2 സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് E2 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് I2 ഇൻറ്റു Z2 പ്ലസ് V2 ആണല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? V2 പ്ലസ് I2 ഇൻറ്റു R2 പ്ലസ് JX2 എന്ന് എഴുതാം. സോ ഇതിൻ്റെ സമ്മായിരിക്കും നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF. സോ നമുക്ക് ഫസ്റ്റ് ഇൻഡ്യൂസ്ഡ് EMF E2 കാൽക്കുലേറ്റ് ചെയ്യാം. E2 എന്ന് പറയുന്നത് V2 നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് V2. ഈ V2ൻ്റെ കൂടെ എന്ത് ചെയ്യണം? I2 R2 ഡ്രോപ്പ്. ഫസ്റ്റ് നമ്മൾ I2 R2 ഡ്രോപ്പ് ആഡ് ചെയ്യണം. I2 R2 ഡ്രോപ്പ് നമുക്കറിയാം ഒരു റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ. സോ റെസിസ്റ്ററിൽ I2 R2 ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഒരു പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ നമുക്കറിയാം അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്ന വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കറണ്ട് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന കറണ്ടിന് 90 ഡിഗ്രി ലീഡിങ് ആയിരിക്കും. സോ ഇവിടെ കറണ്ട് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ I2 X2 എന്ന് പറയുന്ന ഈ I2ന് 90 ഡിഗ്രി ലീഡ് ചെയ്തായിരിക്കും നമ്മുടെ ഏത് ഇൻഡക്റ്റീവ് റിയാക്ടൻസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. സോ അതിന് 90 ഡിഗ്രി ഞാൻ I2 X2 വരച്ചു. ഇത് നമുക്കറിയാം V2 പ്ലസ് I2 R2 പ്ലസ് I2 X2 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് E2 എന്ന് പറയുന്നത്. സോ അതിനെ എൻഡിങ് പോയിന്റിലോട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF E2 കിട്ടും. ഇത് നമുക്കറിയാം E2ഉം E1ഉം ദേ ആർ അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K വെച്ചിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ K ഈസ് ഈക്വൽ ടു E2 ഡിവൈഡഡ് ബൈ E1 ആണ്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. സോ ഇവിടെ E2ഉം E1ഉം നമ്മൾ അതനുസരിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇനി നമുക്കറിയാം ഇനി നമ്മൾ പ്രൈമറി സൈഡിലോട്ട് വരാം. പ്രൈമറി സൈഡിലെ ഫേസർ വരയ്ക്കുമ്പോൾ നമുക്കറിയാം V1 ആണ് നമുക്ക് പ്രൈമറി വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് V1 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. V1 വരുമ്പോൾ എങ്ങനെ വരും? നമുക്കറിയാം പ്രൈമറി വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് I1 ഇൻറ്റു Z1 പ്ലസ് എന്തായിരിക്കും? പ്ലസ് മൈനസ് E1. അതായത് V1ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് E1 വരുന്നത്. സോ മൈനസ് E1 പ്ലസ് I1 Z1 ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് V1 എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? I1 കാൽക്കുലേറ്റ് ചെയ്യണം. I1 എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് സം ഓഫ് നോ ലോഡ് കറണ്ട് പ്ലസ് കൗണ്ടർ ബാലൻസിങ് കറണ്ട് I1 ഡാഷ്. പ്രൈമറി കൗണ്ടർ ബാലൻസിങ് കറണ്ട് ഇതിൻ്റെ ഫേസസ് സം ആയിരിക്കും I1 എന്ന് പറയുന്നത്. സോ I0 അറ്റ് ആൻ ആംഗിൾ ഫൈ നോട്ട് ഞാൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് I2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ I2ന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ I1 ഡാഷ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. സോ I2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ I1 ഡാഷ് വരച്ചു. I1 ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് K ഇൻറ്റു I2 ആയിരിക്കും. സോ I1 ഡാഷും അറിയാം I0 അറിയാമെങ്കിൽ എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പാരലലോഗ്രാം ലോ വെച്ചിട്ട് എനിക്ക് I1 കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ ഇതിൻ്റെ ഫേസസ് സം ആയിരിക്കും നമ്മുടെ I1. സോ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രൈമറി കറണ്ട് I1 കിട്ടി. ഇനി നമുക്ക് ഈസിലി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് V1 കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഇങ്ങനെയായിരിക്കും മൈനസ് E1. അതായത് E1ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ മൈനസ് E1 വരച്ചു. മൈനസ് E1 പ്ലസ് I1 R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്റീവ് ഡ്രോപ്പ് ആണ് അല്ലേ. റെസിസ്റ്റീവ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഈ I1ന് ഇൻ ഫേസ് ആയിരിക്കും. സോ I1ന് പാരലായിട്ട് ഞാൻ I1 R1 ഡ്രോപ്പ് വരച്ചു. അതുപോലെ തന്നെ ഈ I1ന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ്. സോ I1 X1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അതായത് ഈ കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ എൻ്റെ I1 X1 ഡ്രോപ്പ് വരച്ചു. സോ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് V1 എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ I1 R-നെയും I1 X1-നെയും അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ I1 Z1 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ റെസിസ്റ്റീവ് ലോഡിൻ്റെ കണ്ടീഷൻ. അതായത് റെസിസ്റ്റീവ് ലോഡ് വരുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡ് വരുമ്പോൾ ഫേസ് ഡയഗ്രാം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റീവ് ലോഡ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ V2ന് ലാഗിങ് ആയിട്ട് അല്ലെങ്കിൽ V2ഉം I2 V2ന് ലാഗ് ചെയ്തായിരിക്കും വരുന്നത് അല്ലേ. വോൾട്ടേജിനെ ലാഗ് ചെയ്തായിരിക്കും കറണ്ട് വരുന്നത്. സോ നമ്മൾ ആദ്യം റെഫറൻസ് എടുത്തു. നമ്മൾ I0 അറ്റ് ആൻ ആംഗിൾ ഫൈ നോട്ട് നമ്മൾ വരച്ചു. അതായത് ഇതാണ് നമ്മുടെ ഫൈ നോട്ട്. സോ I0 നമ്മൾ വരച്ചു അറ്റ് ആൻ ആംഗിൾ ഫൈ നോട്ട്. അതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇത് നമ്മുടെ IM, അതുപോലെ തന്നെ ഇത് നമ്മുടെ വർക്കിംഗ് കമ്പോണൻറ്റ്. സോ ഈ മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് ആണ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റൈസിങ് കറണ്ടിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഫ്ലക്സ്. ദെൻ നമ്മുടെ ഈ ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ഏത് വരുന്നത്? E2ഉം അതുപോലെ തന്നെ E1ഉം വരുന്നത്. അതിന് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അതായത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ E1 ആണോ E2 ആണോ വലുതെന്നുള്ളത്. ഇനി നമുക്ക് ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് ഞാൻ V2 വരച്ചു. V2നെ എൻ്റെ സെക്കൻഡറി പവർ ഫാക്ടർ ∅2 ആണെങ്കിൽ, ലോഡിൻ്റെ പവർ ഫാക്ടർ ∅2 ആണെങ്കിൽ ∅2 ആംഗിൾ ലാഗ് ചെയ്തായിരിക്കും എൻ്റെ ഏത് വരുന്നത്? I2 വരുന്നത്. ഇൻഡക്റ്റീവ് ലോഡിൽ ലാഗിങ് ലോഡാണ് ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത്. സോ V2ന് ∅2 ആംഗിൾ ലാഗ് ചെയ്ത് ഞാൻ എൻ്റെ I2 വരച്ചു. ഇനി എന്താണെന്നറിയാം നമുക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ E2 ഈസ് ഈക്വൽ ടു V2 പ്ലസ്
I2 ഇൻറ്റു R2 പ്ലസ് JX2 അല്ലേ. സോ I2ന് അതായത് V2ന് ഇൻഫേസ് ആയിട്ടായിരിക്കും നമ്മുടെ റെസിസ്റ്റീവ് ഡ്രോപ്പ് വരുന്നത്. സോ I2 R2 V2ന് ഇൻഫേസ് വരച്ചു. അതുപോലെ തന്നെ I2 X2 എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ കറണ്ടിന്, അതായത് ഇതാണ് നമ്മുടെ കറണ്ടിന് അല്ലേ, ആ കറണ്ടിന് പാരലായിട്ട് ഞാൻ എന്ത് വരച്ചു, I2 R2 വരച്ചു. ഈ കറണ്ടിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ എൻ്റെ I2 X2 വരച്ചു. സോ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും, അതല്ല അതിൻ്റെ സം ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ E2 എന്ന് പറയുന്നത്. സോ ഞാൻ E2 വരച്ചു. നിങ്ങൾ വരയ്ക്കുമ്പോൾ നോക്കേണ്ടത് ഈ I2 R2 നമ്മുടെ ഈ കറണ്ട് I2ന് പാരലായിരിക്കണം. അതുപോലെ തന്നെ I2ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് I2 X2 വരയ്ക്കേണ്ടത്. അത് സം വരുമ്പോൾ നമുക്ക് E2 കിട്ടും. ഇനി നമുക്കറിയാം E2ൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും E1. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V1 ആണ് അല്ലേ. സോ V1 എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, V1 ഈസ് ഈക്വൽ ടു മൈനസ് E1 പ്ലസ് I1 ഇൻറ്റു R1 പ്ലസ് JX1. അതിന് നമുക്ക് ഫസ്റ്റ് എന്ത് വേണം, I1 വേണം അല്ലേ. സോ I1 കാൽക്കുലേറ്റ് ചെയ്യാം. I1 എന്ന് വെച്ചാൽ I0ൻ്റെയും I1 ഡാഷിൻ്റെയും സമ്മാണ്. I1 ഡാഷ് എന്ന് വെച്ചാൽ എന്താ, K ടൈംസ് I2 അല്ലേ. അതായത് I2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുക. K ടൈംസ് I2 എടുത്തിട്ട് നമ്മൾ എന്ത് വരച്ചു, നമ്മുടെ I1 ഡാഷ് നമ്മൾ വരച്ചു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ I1 ഡാഷ്. പിന്നെ നമുക്ക് എന്താ അറിയാം, I0 നമുക്കറിയാം. സോ ഈ I0ൻ്റെയും I1 ഡാഷിൻ്റെയും വെക്റ്റർ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പ്രൈമറി കറണ്ട് I1 കിട്ടും. I1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിലി നമുക്ക് V1 കണ്ടുപിടിക്കാം അല്ലേ. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് മൈനസ് E1 എടുക്കുക. E1ൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൈനസ് E1 എടുക്കുക. ദെൻ E1ൻ്റെ കൂടെ ഏതാ ഫസ്റ്റ് ആഡ് ചെയ്യണം, റെസിസ്റ്റീവ് ഡ്രോപ്പ് ആഡ് ചെയ്യണം. സോ I1 R1 എന്ന് പറയുന്ന ഈ I1ന് പാരലായിട്ടായിരിക്കും I1 R1 വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ഡ്രോപ്പ് I1 X1 എന്ന് പറയുന്നത് ഈ I1ന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ I1 X1 ഡ്രോപ്പ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്ന നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് V1 എന്ന് പറയുന്നത്. ഇനി ഈ V1ഉം അതായത് ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടും തമ്മിലുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പ്രൈമറി ഫേസ് ആംഗിൾ ∅1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി വോൾട്ടേജും സെക്കൻഡറി കറണ്ടും തമ്മിലുള്ള ആംഗിൾ നമ്മൾ സെക്കൻഡറി ഫേസ് ആംഗിൾ എന്ന് പറയും, ദാറ്റ് ഈസ് ∅2. സോ ഇതായിരിക്കും ഒരു ഇൻഡക്റ്റീവ് ലോഡിലും അതുപോലെ തന്നെ ഒരു റെസിസ്റ്റീവ് ലോഡിലും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇത്രയാണ്, അതായത് ഇൻഡക്റ്റീവ് ലോഡിലും റെസിസ്റ്റീവ് ലോഡിലും ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഇനീഷ്യലി നിങ്ങൾ എന്താണ്, അതായത് ഇനീഷ്യലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോഡഡ് കണ്ടീഷൻ നമ്മുടെ I0 എന്ന് പറയുമ്പം, അല്ലെങ്കിൽ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുമ്പം I0ൻ്റെയും I1 ഡാഷിൻ്റെയും സം ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ ഈ ഫേസ് ഡയഗ്രാം ഒരു സർക്യൂട്ട് വരയ്ക്കുക. അതിൽ നിങ്ങൾ ഈ R1ഉം R2ഉം അതുപോലെ തന്നെ R2ഉം X2ഉം E1 E2 ഒക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫേസ് ഡയഗ്രാം വരച്ചാൽ മതി. ഇനി അടുത്തത്, ഇതിനൊരു ബി പാർട്ട് ഉണ്ടായിരുന്നല്ലോ. ആ ബി പാർട്ടിലൊരു ക്വസ്റ്റ്യൻ ആണ്, എ ട്രാൻസ്ഫോമർ ഹാസ് മാക്സിമം എഫിഷ്യൻസി ഓഫ് 0.98 അറ്റ് 15 kVA UPF ഡ്യൂറിങ് എ ഡേ ഇറ്റ് ഈസ് ലോഡഡ് ആസ് ഫോളോസ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ലോഡിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് 12 അവേഴ്സിലോട്ട് ലോഡ് 2 kW ആണ്. ആ സമയത്ത് ലോഡിൻ്റെ പവർ ഫാക്ടർ 0.5 ആണ്. പിന്നെ റിമൈനിങ് 6 അവേഴ്സിലോട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത് 12 kW ആണ്. അതുപോലെ തന്നെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 ആണ്. പിന്നെ റിമൈനിങ് 6 അവേഴ്സ് അതിൽ നമ്മൾ ടോട്ടൽ അപ്ലൈ ചെയ്തേക്കുന്ന ലോഡ് 18 kW ആണ്. അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.9 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ ഓൾ ഡേ എഫിഷ്യൻസി. ഓൾ ഡേ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഈ ഓൾ ഡേ എഫിഷ്യൻസി? നമ്മൾ നോർമലി എഫിഷ്യൻസി പറയൂല്ലേ, എന്താണ് എഫിഷ്യൻസി? കൺവെൻഷണൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. പക്ഷേ നമ്മൾ എല്ലാ ട്രാൻസ്ഫോമറിൻ്റെയും എഫിഷ്യൻസി നമുക്ക് ഈ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്നുള്ള കേസ് ആ ഒരു രീതിയിൽ നമുക്ക് ജഡ്ജ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ പ്രൈമറി ഫുൾ ടൈം എനർജൈസ്ഡ് ആണ്. പക്ഷേ സെക്കൻഡറിയിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ ലോഡിനനുസരിച്ചിരിക്കും. അപ്പോൾ പീക്ക് അവേഴ്സിൽ നമ്മൾ ഫുള്ളി ലോഡഡ് ആയിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ. പക്ഷേ അതിൻ്റെ ഓഫ് പീക്ക് പീരീഡിൽ എന്തായിരിക്കും, അതിലെ ലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമർ ഒരു ലൈറ്റ് ലോഡ് കണ്ടീഷനിലായിരിക്കും. സോ അങ്ങനെ അതിൻ്റെ ലോഡ് കണ്ടിന്യൂസ്ലി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏതിൻ്റെ കേസിൽ, നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. സോ ഒരു കൺവെൻഷണൽ എഫിഷ്യൻസി, ഇത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ടേംസിൽ നമുക്ക് ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ എഫിഷ്യൻസി നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയും. അതായത് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു ഡേയിൽ നമുക്കറിയാം 24 hours ഉണ്ട്. ഈ 24 hours എത്രമാത്രം എനർജി ഔട്ട്പുട്ട് ഉണ്ടായിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എത്രമാത്രം എനർജി ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ എനർജിയുടെ ടേംസിൽ 24 hours എനർജിയുടെ ടേംസിലായിരിക്കും നമ്മളിവിടെ എന്ത് പറയുന്നത്, എഫിഷ്യൻസി പറയുന്നത്. അതായത് ഔട്ട്പുട്ട് ഇൻ KWH, ഔട്ട്പുട്ട് ഇൻ KWH ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻ KWH ഫോർ 24 hours. അതായിരിക്കും നമ്മുടെ ഓൾ ഡേ എഫിഷ്യൻസി. ഓൾ ഡേ എഫിഷ്യൻസി ഇസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വേർ ദ ലോഡ് ഫ്ലക്ച്വേറ്റ്സ് ഇൻ എ ഡേ. ഒരു ഡേ എടുത്ത് 24 hours നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ലോഡ് പീക്കിലും ഓഫ് പീക്ക് പീരീഡിലും എന്ത് സംഭവിക്കും, അതിലെ ലോഡ് കണ്ടിന്യൂസ്ലി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പീക്ക് അവേഴ്സിൽ ഫുള്ളി ലോഡഡ് ആയിരിക്കും നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത്. പക്ഷേ ഓഫ് ലോഡ് പീരീഡിൽ ലൈറ്റ് ലോഡ് കണ്ടീഷനിലായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി 0.9, അത് നമുക്ക് 15 kVA മാക്സിമം എഫിഷ്യൻസിയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അത് 0.98 ആണ് നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഔട്ട്പുട്ട് നമുക്ക് KVA റേറ്റിംഗ് തന്നിട്ടുണ്ട്. സോ KVA ഇൻറ്റു cos phi ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KW കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ നമുക്ക് 15 ഇൻറ്റു cos phi. ഇവിടെ cos phiയുടെ വാല്യൂ പവർ ഫാക്ടർ 3 എന്ന് തന്നിട്ടുണ്ട്, യൂണിറ്റി എന്ന് തന്നിട്ടുണ്ട്. സോ 15 ഇൻറ്റു 1 ദറ്റ് ഈസ് 15 കിലോ വാട്ട് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി എഫിഷ്യൻസി തന്നിട്ടുണ്ട് 98%. സോ നമുക്കറിയാം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. സോ ഔട്ട്പുട്ടും എഫിഷ്യൻസിയും അറിയാമെങ്കിൽ നമുക്ക് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ. സോ ഔട്ട്പുട്ട് 15 കിലോ വാട്ട് എന്ന് തന്നിട്ടുണ്ട്, എഫിഷ്യൻസി 0.98 ആണ് അല്ലേ. സോ 15 ഡിവൈഡഡ് ബൈ 0.98 ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 15.306 കിലോ വാട്ട് എന്ന് കിട്ടും നിങ്ങളുടെ ഇൻപുട്ട്. അത് എഫിഷ്യൻസി തന്നിട്ടുണ്ട്, നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് മെഷീൻ്റെ ഇൻപുട്ട് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ടോട്ടൽ ലോസസ് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ടോട്ടൽ ലോസസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആയിരിക്കും അല്ലേ. സോ ഇൻപുട്ട് നമുക്കറിയാം 15.306 കിലോ വാട്ടാണെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് 15 കിലോ വാട്ടാണെന്ന് നമുക്കറിയാം. സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.306 കിലോ വാട്ട് എന്ന് കിട്ടും അല്ലേ. ഏത് നമ്മുടെ ട്രാൻസ്ഫോമറിലെ ടോട്ടൽ ലോസസ്. ഇനി നമ്മൾ ഈ 98% നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്ന എപ്പോഴാണ്, കോർ ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആകുമ്പോഴാണ്. സോ ആ കണ്ടീഷനിൽ PA ഈക്വൽ ടു PC ആണ്. അപ്പോൾ ഓരോ ലോസും എത്രയായിരിക്കും, നമ്മുടെ ടോട്ടൽ ലോസിൻ്റെ ബൈ 2 ആയിരിക്കും അല്ലേ. സോ നമുക്ക് PI ഈക്വൽ ടു PC ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ. സോ ടോട്ടൽ ലോസ് നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്, 0.306 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലോസസ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഓരോ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ 2. 0.306 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.153 കിലോ വാട്ട് എന്ന് കിട്ടും അല്ലേ. 0.153 കിലോ വാട്ട് എന്ന് കിട്ടും നമ്മുടെ മെഷീനിലെ കോപ്പർ ലോസ്. ദിസ് ഈസ് ഈക്വൽ ടു അയൺ ലോസ്, ദിസ് ഈസ് ഈക്വൽ ടു കോപ്പർ ലോസ്. രണ്ടും സെയിം ആണ്, ഫുൾ ലോഡ് കണ്ടീഷൻ ആയതുകൊണ്ട്, അല്ല മീൻസ് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ആയതുകൊണ്ട്. സോ ഇനി നമുക്ക് ഇത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ടോട്ടൽ, നമുക്കറിയാം ഓൾറെഡി എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, എനർജി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എനർജി ഇൻപുട്ട് ആണ്. സോ എനർജി ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡേറ്റ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ലോഡ് സൈക്കിൾ എങ്ങനെയാണ് ലോഡ് വേരി ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ എനർജി ഔട്ട്പുട്ട് ഇൻ 24 hours നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഫസ്റ്റ് അതായത് P1 T1 പ്ലസ് P2 T2 പ്ലസ് P3 T3, അതായത് ഓരോ ടൈമിലുള്ള KW ഇൻറ്റു അതിൻ്റെ അവേഴ്സ് ഓഫ് യൂസ്, എത്ര ടൈം ആ KW വന്നിട്ടുണ്ട്, ഇൻറ്റു P2 ഇൻറ്റു T2 ഇൻറ്റു P3 ഇൻറ്റു T3. ഇവിടെ T3 എന്ന് പറഞ്ഞാൽ ടൈമാണ്, ടൈം അവറിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ P1 കിലോ വാട്ട്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഫസ്റ്റ് 12 hours ലോഡ് എന്ന് പറയുന്നത് 2 KW ആണ്. സോ 2 ഇൻറ്റു 12, T1 12 ആണ്, പ്ലസ് ഇനി P2 എന്ന് പറയുന്നത് 12 കിലോ വാട്ട് ആണല്ലേ. അത് എത്ര ടൈമിലോട്ടാണ്, 6 hours അല്ലേ. സോ 12 ഇൻറ്റു 6 പ്ലസ് ഇനി P3 എന്ന് പറയുന്നത് 18 കിലോ വാട്ട് ആണ്. 18 ഇൻറ്റു T3യുടെ വാല്യൂ എത്രയായിരിക്കും, 6. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എനർജി ഔട്ട്പുട്ട് ഇൻ KW വെച്ച് കിട്ടും. സോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 204 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. എന്ത്, നിങ്ങളുടെ ടോട്ടൽ എനർജി ഔട്ട്പുട്ട്. ഇപ്പോൾ ടോട്ടൽ എനർജി ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം, ടോട്ടൽ എനർജി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി ഔട്ട്പുട്ട് പ്ലസ് കോപ്പർ ലോസ് ഇൻ 24 hours പ്ലസ് കോർ ലോസ് ഇൻ 24 hours. അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ 24 hours കോർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയൺ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അയൺ ലോസ് ഫോർ 24 hours എന്ന് വെച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അയൺ ലോസ് നമുക്കറിയാം കോൺസ്റ്റന്റ് ലോസ് ആണ് അല്ലേ. അയൺ ലോസിൻ്റെ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 0.153 കിലോ വാട്ട് അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം, 0.153 കിലോ വാട്ട് ഇൻറ്റു 24 hours. 24 hours വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇൻറ്റു 24. ഇത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ 24 hours അയൺ ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 0.153 ഇൻറ്റു 24 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 3.672 KW വെച്ചെന്ന് നമുക്ക് കിട്ടും. അതായത് ടോട്ടൽ പീനെ, അതായത് ടോട്ടൽ അയൺ ലോസിന് നമ്മൾ 24 hours വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ടോട്ടൽ അയൺ ലോസ് ഫോർ 24 hours ഇൻ KW, ടോട്ടൽ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്, എനർജി. അപ്പോൾ 3.672 KW വെച്ച് കിട്ടും നമ്മുടെ ടോട്ടൽ അയൺ ലോസ് ഇൻ 24 hours. അപ്പോൾ നമ്മുടെ അയൺ ലോസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഏതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കോപ്പർ ലോസ് ആണ് അല്ലേ.
ഇനി നമുക്ക് കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മുടെ മെഷീനിൽ തന്നിരിക്കുന്ന കോപ്പർ ലോസ് എന്ന് പറയുന്ന ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. സോ ഈ ഓരോ ടൈം ഇന്റർവെല്ലും ലോഡ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഫുൾ ലോഡ് കണ്ടീഷൻ ആണോ, ചിലപ്പോൾ ഫുൾ ലോഡ് കണ്ടീഷൻ ആവാൻ അല്ലാതിരിക്കാം. സോ ഓരോ ഇതിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്, അതായത് എത്ര പെർസെൻറ്റേജ് ഫുൾ ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കണം. എങ്കിലാണ് നമുക്ക് കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോപ്പർ ലോസ് എന്ന് വെച്ചാൽ എന്താ, x² × പി കോപ്പർ ആയിരിക്കും. സോ ഓരോ ഡ്യൂറേഷനിലെയും നമ്മൾ എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് x1, x2, x3 ആ ലോഡിന്റെ എത്ര ഫ്രാക്ഷൻ ഓഫ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ സ്ക്വയർ ഇൻറ്റു ഇനി നമ്മുടെ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇൻറ്റു അവേഴ്സ് ഓഫ് യൂസ്. അതായത് ഫസ്റ്റ് ഇന്റർവെല്ലിൽ T1 ടൈം യൂസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഇന്റർവെല്ലിൽ T2 ടൈമിലാണ് അത്ര ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത്, തേർഡ് ടൈമിൽ T3 അവേഴ്സിലോട്ടാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ x1² PC × T1 + x2² PC × T2 + x3² PC × T3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ കോപ്പർ ലോസ് ഫോർ 24 hours എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും എക്സിൻ്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇവിടെ x1, ഇവിടെ x2, ഇവിടെ x3 ആണ് ലോഡ് ഫാക്ടർ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഓരോ കണ്ടീഷനിലും x1, x2, x3യുടെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ x1ൻ്റെ വാല്യൂ എനിക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, KVA ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് KVA. ഇനിയല്ലേ നമ്മൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആ കണ്ടീഷനിലുള്ള KVA ഡിവൈഡഡ് ബൈ എത്ര KVA യൂസ് ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ നമ്മുടെ മെഷീൻ്റെ ഫുൾ ലോഡ് KVA. നമ്മുടെ ക്വസ്റ്റിനിൽ തന്നേക്കുന്നത് എന്താണ്, കിലോ വാട്ട് ആണ്, P ആണ്. അതായത് നമ്മുടെ ആക്റ്റീവ് പവർ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അപ്പാരന്റ് പവർ വേണം അല്ലേ. സോ എങ്ങനെ നമുക്ക് KVA കണ്ടുപിടിക്കാം, അതായത് KW ഡിവൈഡഡ് ബൈ cos φ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ KVA യൂസ്ഡ് കിട്ടും അല്ലേ. KVA യൂസ്ഡ് ഡിവൈഡ് ഫുൾ ലോഡ് KVA. സോ KVA യൂസ്ഡ് കിട്ടാൻ തന്നിരിക്കുന്ന കിലോ വാട്ട് ഡിവൈഡഡ് ബൈ cos φ ചെയ്യാം. ദെൻ നമ്മൾ നമ്മുടെ ഫുൾ ലോഡ് KVA ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് x1 എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ ഓരോ കണ്ടീഷനിലും എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഡ്യൂറേഷനിൽ x1ൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും, നമ്മൾ ആദ്യം KVA കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ നമ്മുടെ 0.5 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും നമ്മുടെ ഫുൾ ലോഡ് KVA. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ KVA എത്രയെന്ന് തന്നിട്ടുണ്ട്, 15 KVA എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഡിവൈഡഡ് ബൈ 15 ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടും. x1ൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത് ചെയ്ത് നോക്കുക. അതായത് 2/0.5 ഡിവൈഡ് ബൈ 15. അതായത് യൂസ്ഫുൾ എത്ര നമ്മൾ KVA നമ്മൾ യൂസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ മെഷീൻ്റെ ഫുൾ ലോഡ് KVA. അത് ചെയ്ത് നിങ്ങൾ x1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. x1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.267 എന്ന് കിട്ടും. സിമിലർലി നിങ്ങൾ x2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. x2ൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, x2 = നമ്മുടെ പവർ, അതായത് ആക്റ്റീവ് പവർ 12 ആണല്ലേ. 12 ഡിവൈഡഡ് ബൈ പവർ ഫാക്ടർ 0.8 ഡിവൈഡഡ് ബൈ നമ്മുടെ ഫുൾ ലോഡ് 15 ആണല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടും. x2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. x2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടും. സിമിലർലി നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, x3 കാൽക്കുലേറ്റ് ചെയ്യണം. x3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ആക്റ്റീവ് പവർ 18 എന്ന് വന്നിട്ടുണ്ട് അല്ലേ. സോ 18 ഡിവൈഡഡ് ബൈ 0.9 ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ KVA കിട്ടും. യൂസ്ഫുൾ KVA ഡിവൈഡഡ് ബൈ റേറ്റഡ് KVA 15 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് x3, അതായത് തേർഡ് ഡ്യൂറേഷനിൽ എത്ര ഫ്രാക്ഷൻ ഓഫ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്രയെന്ന് കിട്ടും നമുക്ക്, ഇത് ചെയ്യുമ്പോൾ 1.33 എന്ന് കിട്ടും. സോ x1ൻ്റെ വാല്യൂ 0.267, x2 is 2 and x3 is 1.33. ഇത് നിങ്ങൾ നിങ്ങളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x1ൻ്റെ വാല്യൂ എത്രയാണ്, 0.267 അല്ലേ. അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഫുൾ ലോഡ് കോപ്പർ ലോസ് എത്രയെന്ന് തന്നിട്ടുണ്ട്, നമ്മുടെ മെഷീൻ്റെ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് 0.153 അല്ലേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇത് ഇൻറ്റു 0.153 ഇൻറ്റു T1. എത്ര അവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, 2 hours ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു, അതായത് 0.267 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഓഫ് ലോഡ് 2 hours അല്ലേ. സോ ഇൻറ്റു 2 പ്ലസ് ഇനി x2ൻ്റെ വാല്യൂ എത്രയാണ്, x2 = 1. സോ 1² ഇൻറ്റു 0.153 ഇൻറ്റു അവേഴ്സ് ഓഫ് യൂസ് എത്രയാണ് 6 പ്ലസ് x3യുടെ വാല്യൂ 1.33 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു PCയുടെ വാല്യൂ അഗെയിൻ 0.153 ആണ് ഇൻറ്റു 6. ഇവിടെ നമ്മൾ അവേഴ്സ് ഓഫ് യൂസ് എന്ന് പറയുന്ന ഇതും 6 ആണല്ലേ. സോ ഇൻറ്റു 6 ചെയ്യുക. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ കോപ്പർ ലോസ് ഫോർ 24 hours നിങ്ങൾക്ക് കിട്ടും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.673 അല്ലേ, 2.673 kW വെച്ചെന്ന് കിട്ടും ടോട്ടൽ കോപ്പർ ലോസ്. അതായത് ഓരോ അവറിലെ ഓരോ ഡ്യൂറേഷനിലെയും ലോഡിൻ്റെ, അതായത് ഫ്രാക്ഷൻ ഓഫ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മൾ കോപ്പർ ലോസ്, അതായത് എത്ര കോപ്പർ ലോസ് ഫുൾ ലോഡിൻ്റെ കോപ്പർ ലോസിന് വെച്ച് എത്ര കോപ്പർ ലോസ് ആ ഒരു ഡ്യൂറേഷനിലും
സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾ ടോട്ടൽ കോപ്പർ ലോസ് ഫോർ 24 hours നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2.673 kWh എന്ന് കിട്ടും. ഇനി നമുക്ക് ഓൾ ഡേ എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. അതായത് ഔട്ട്പുട്ട് ഇൻ KWH ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻ KWH. ഔട്ട്പുട്ട് ഇൻ KWH നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 204 അല്ലേ? സോ ഇത് ചെയ്യുമ്പോൾ എത്രയും 204 ഡിവൈഡഡ് ബൈ എല്ലാം നമ്മൾ KWH-ലാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. സോ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 204 പ്ലസ് ലോസസ്. ലോസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അയൺ ലോസ് ഫോർ 24 hours പ്ലസ് കോപ്പർ ലോസ് ഫോർ 24 hours. കോപ്പർ ലോസ് ഫോർ 24 hours എനിക്ക് 2.673 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയൺ ലോസ് ഫോർ 24 hours 3.672 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ? 3.672 kWh എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് KWH ബൈ ഇൻപുട്ട് KWH ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഓൾ ഡേ എഫിഷ്യൻസി നമുക്ക് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾ ഡേ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 96.98% വരും. സോ ഇതായിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓൾ ഡേ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എനർജി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എനർജി ഇൻപുട്ട് ആണ്. സോ നമ്മൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ലോഡ് സൈക്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടോട്ടൽ എനർജി ഔട്ട്പുട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ എനർജി ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എനർജി ഔട്ട്പുട്ട് പ്ലസ് 24 hours ഉണ്ടാകുന്ന കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 24 hours ഉണ്ടാകുന്ന അയൺ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. 24 hour അയൺ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മുടെ അയൺ ലോസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് അവർ എടുത്താലും അയൺ ലോസ് ഈസ് കോൺസ്റ്റന്റ് ലോസ്. സോ അയൺ ലോസ് ഇൻറ്റു 24 hours ചെയ്യുമ്പോൾ 24 hours അയൺ ലോസ് നമുക്ക് കിട്ടും. ഇനി 24 hours കോപ്പർ ലോസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ ലോഡ് കോപ്പർ ലോസിൽ നിന്ന് ഓരോ ഡ്യൂറേഷനിലും എത്രമാത്രം ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഫ്രാക്ഷൻ ഓഫ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ആ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി കോപ്പർ ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോപ്പർ ലോസ് ഫോർ 24 hours കിട്ടും. അത് കഴിഞ്ഞിട്ട് എനർജി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എനർജി ഔട്ട്പുട്ട് പ്ലസ് അയൺ ലോസ് ഫോർ 24 hours പ്ലസ് കോപ്പർ ലോസ് ഫോർ 24 hours ചെയ്യുമ്പോൾ നമുക്ക് ഓൾ ഡേ എഫിഷ്യൻസി കിട്ടും. സോ ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 4 നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതിൽ നമുക്ക് മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.